شارع الأحكام وحاكم الحكام وعلى آله وصحبه الفائزين أجمعين. أشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا إلى دار الأمان. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. اللهم يا واجب الوجود ويا واهب الخير والفضل والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حسبي الله حسبي الله حسبي الله ونعم الوكيل ونعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. 说得很好。
صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. الكيس من دان نفسه وعمل لما بعد الموت والأحمق من أتبع نفسه هوى وتمنى على الله الجنة. الحديث قال شفيعنا محمد مصطفى صلى الله عليه وسلم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما. അഖിലാണ്ട് മണിദീപം ബഹർ സമാനുദിത്തല്ലോ അഖിലവും മുകില് നീങ്ങി തെളിഞ്ഞുവല്ലോ ആദേ അറേബ്യയിലൊരു പുഷ്പം വിരിഞ്ഞുവല്ലോ അഖിലാണ്ട് മണിദീപം ബഹർ സമാനുദിത്തല്ലോ അഖിലവും മുകില് നീങ്ങി തെളിഞ്ഞുവല്ലോ ആദേ അറേബ്യയിലൊരു പുഷ്പം വിരിഞ്ഞുവല്ലോ മദീനത്തൻ മടിയിലായി മയങ്ങുന്ന മണവാളൻ മഹാനായ മുഹമ്മദ് മഹാരത്നമേ എന്നും കിനാവിലായി ദർശിക്കാൻ വിധി കൂട്ടണേ. മദീനത്തൻ മടിയിലായി മയങ്ങുന്ന മണവാളൻ മഹാനായ മുഹമ്മദ് മഹാരത്നമേ എന്നും കിനാവിലായി ദർശിക്കാൻ വിധി കൂട്ടണേ. പ്രവാചക പ്രകീർത്തനം പ്രഭാപോലെ പ്രശോഭിക്കാൻ പ്രവാചക പ്രവർത്തനം നൽകിയിടണേ. അതിനായി ദിനരാത്രം കേഴുന്നു നിന്നോടായി. പ്രവാചക പ്രകീർത്തനം പ്രഭാപോലെ പ്രശോഭിക്കാൻ പ്രവാചക പ്രവർത്തനം നൽകിയിടണേ. അതിനായി ദിനരാത്രം കേഴുന്നു നിന്നോടായി. അഖിലാണ്ട് മണിദീപം ബഹർ സമാനുദിത്തല്ലോ അഖിലവും മുകില് നീങ്ങി തെളിഞ്ഞുവല്ലോ ആദേ അറേബ്യയിലൊരു പുഷ്പം വിരിഞ്ഞുവല്ലോ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ കടമേറിയ
റഹ്മാനിയ അറബി കോളേജിന്റെ ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പരിശുദ്ധമായ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകിന്റെ കീഴിൽ വെള്ളരിപ്രാവുകളെ പോലെ പറന്ന് നടക്കുന്ന ഈ റഹ്മാനിയ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു നുകരണമെന്ന ആഗ്രഹത്തോടെ, ആവേശത്തോടെ, ആർജവത്തോടെ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ, ഉമ്മമാരെ, ദീനിന്റെ അഭിവാജ്യ ഘടകങ്ങളായി എന്നും നിലകൊള്ളുന്ന യുവ സുഹൃത്തുക്കളെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എത്രയും നേരത്തെ തന്നെ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിപ്ലവാഭിവാദ്യം ഒരിക്കൽ കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിനീതന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതസ്ഥിൽപ്പെട്ട സഹോദരന്മാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് സ്നേഹോഷ്മളമായ 1000 ആശംസയുടെ പൂച്ചെണ്ടുകൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ മുഴുവൻ പടച്ചറപ്പ് അവന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്നു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ പാപികളായ നാം ഓരോരുത്തരെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകാരന്മാർ, വിശിഷ്യ നമ്മുടെയൊക്കെ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾ, അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ മുഴുവനും പടച്ചറപ്പ് മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം നാം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കടമേരി റഹ്മാനിയ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ബഹ്ജത്തുൽ ഉലമ എന്ന് നാമകരണം ചെയ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടന നടത്തപ്പെടുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ അനുരാഗം ലോകത്തിന് മുഴുവനും, പ്രപഞ്ചത്തിന് മുഴുവനും വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുവാൻ ഒരുമിച്ച് കൂട്ടിയ ഈ പരിശുദ്ധമായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ച, ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ അല്ലാഹു പൂർണ്ണമായിട്ടും സ്വീകരിക്കുമാറാകട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ അല്ലാഹു പൂർണ്ണമായിട്ടും സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് ത്തിനകത്ത് പാറി നടക്കുന്ന പറവകളെ പോലെ പറന്നു നടക്കുവാനുള്ള ഭാഗ്യം നാം ഓരോരുത്തർക്കും പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയാണ് എങ്കിലും ഒരുപാട് പ്രവാചകന്റെ സ്മരണകളും പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ നമ്മൾ ഈ മാസത്തിൽ ഒരുപാട് കേട്ടത്, വിഷയമൊന്നും വെച്ചിട്ടില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും അല്ല, അല്ലാത്തവർക്കാണ്. കാരണം മുത്തഅല്ലിമീങ്ങൾക്ക് ഈ വിഷയം പാടില്ല എന്നാണ്. മരണത്തിന്റെ മുന്നൊരുക്കം, അതാണ് നമ്മുടെ വിഷയം. കാരണം മുത്തഅല്ലിമീങ്ങൾ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾക്കല്ല, അല്ലാത്തവർക്ക് വേണ്ടി പറയാം. മരണത്തിന്റെ മുന്നൊരുക്കം, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എന്റെ പ്രിയമുള്ളവരെ, എന്നായാലും മരണപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. വാത്സല്യതയോടെ താൻ വളർത്തിക്കൊണ്ടുവന്ന തന്റെ പ്രിയപ്പെട്ട മകൻ, കാത്തിരുന്ന് തനിക്ക് ദൈവം കൊടുത്ത പൊന്നുമകൻ, 6 മാസം പ്രായമുള്ള പൊന്നുമകൻ മരണപ്പെട്ടു.
ആ മകന്റെ മൃതശരീരവും മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവെക്കാൻ വൈമനസ്യം കാണിച്ച മാതാവ് ആ മകന്റെ മൃതശരീരവും മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് നാട്ടിലൂടെ ഓടുകയാണ്. ആ സമയത്ത് ആ മാതാവിനോട് ആരോ പറഞ്ഞു കൊടുത്തു, ഈ നാട്ടിൽ വല്ലാത്ത അത്ഭുതങ്ങൾ കാണിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുത്തിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു യോഗീശ്വരൻ കടന്നു വന്നിട്ടുണ്ട്. ആ യോഗീശ്വരന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ മകന്റെ മൃതശരീരവുമായി കടന്നു ചെന്നാൽ ആ യോഗീശ്വരൻ നിങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു തന്നേക്കും. മാതാവിന് വല്ലാത്ത സന്തോഷവും. കാരണം കാത്തിരുന്നിട്ട് തനിക്ക് കിട്ടിയ പൊന്നുമകനാണ്. കണ്ട് മതി വരുന്നതിന് മുമ്പ്, സ്നേഹിച്ച് മതിയാകുന്നതിന് മുമ്പ്, ലാളിച്ചു കൊതി തീരുന്നതിന് മുമ്പ് ദൈവം ആ മകനെ കൊണ്ടുപോയി. ആ മകന്റെ മൃതശരീരവുമായി മാതാവ് യോഗീശ്വരന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് യോഗീശ്വരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നേ? മാതാവ് പറഞ്ഞു കൊടുത്തു, ഈ നാട്ടിലുള്ള ഓരോരുത്തരും എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ വല്ലാത്ത അത്ഭുതങ്ങൾ കാണിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുത്തിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്ന മനുഷ്യനാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും എന്നോട് പറയുകയുണ്ടായി. നിങ്ങൾ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന മനുഷ്യനാണെങ്കിൽ 6 മാസം പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയി. ആ മകന്റെ ജീവൻ തിരിച്ചു തരാൻ നിങ്ങളെ കണ്ട് കഴിയും. ആ സമയത്ത് യോഗീശ്വരൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മകന്റെ ജീവൻ ഞാൻ തിരിച്ചു തരാം, പക്ഷേ ഒരേ ഒരു ഡിമാൻഡ്, ഒരേ ഒരു നിബന്ധന മാത്രം. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്കോ നിങ്ങൾ കടന്നു ചെല്ലണം. ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് കുറച്ച് കടുകുമണികൾ വാങ്ങിച്ച് നിങ്ങൾ എന്നെ കയ്യിൽ കൊണ്ടുവച്ച് തന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ ഞാൻ തിരിച്ചു തരാം. മാതാവിന് വീണ്ടും വല്ലാത്ത സന്തോഷമായി. കുറച്ച് കടുകുമണിയല്ലേ, ആര് ചോദിച്ചാലും തരും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് യോഗീശ്വരൻ പറഞ്ഞു, നിങ്ങളുടെ കടുകുമണി വാങ്ങിക്കുന്ന വീട് അല്ലെങ്കിൽ ആ കുടുംബം ഇതുവരെ മരണം നടന്നിട്ടില്ലാത്ത വീടായിരിക്കണം, മരണം നടന്നിട്ടില്ലാത്ത കുടുംബമായിരിക്കണം. ആ മാതാവ് ആ നാട്ടിലുള്ള എല്ലാ വീടും കയറിയിറങ്ങി. കടുകുമണി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. നിങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടാനില്ലേ എത്ര വേണോ നമ്മൾ തരാം. പക്ഷേ ആ മാതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കൊടുക്കാൻ ആ നാട്ടിലുള്ള ഒരു വീട്ടുകാർക്കും ഒരു കുടുംബക്കാർക്കും കഴിഞ്ഞില്ല. മരണം നടക്കാത്ത ഒരു വീടോ മരണം നടക്കാത്ത ഒരു കുടുംബമോ ആ മാതാവിന് ആ നാട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു കഥ എവിടെയോ വായിച്ചൊരു ഓർമ്മ വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മരണം കടന്നു വരും. എപ്പോഴാണ് വരുന്നതെന്ന് പറയാനൊക്കില്ല, എന്നായാലും വരും. അതുകൊണ്ടല്ലേ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധനായ അല്ലാഹുവിൽ നിന്ന് വിശുദ്ധനായ മാലാഖ മുഖേന വിശുദ്ധനായ പ്രവാചകനോട് വിശുദ്ധമായ ഭൂമിയിൽ ഇറക്കിയ വിശുദ്ധമായ ഖുർആനിന്റെ വിശുദ്ധ വാക്യത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരികയാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണപ്പെരുചറിയുക തന്നെ ചെയ്യുന്നതാ. അത് മുസൽമാനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബുദ്ധനാകട്ടെ, പാഴ്സിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, ആരായിരുന്നാലും ദുനിയാവിന്റെ നെറുകയിൽ ജനിച്ചിട്ടുണ്ടോ മരിച്ചേ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നു. കടമേര് റഹ്മാനിയ അറബി കോളേജിന്റെ ക്യാമ്പസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ദിവസം നമ്മൾ മരണപ്പെടുന്നതാ. ഈ പരിശുദ്ധമായ അറബി കോളേജിന്റെ ചാരത്ത് എത്രയോ പള്ളികളുണ്ട്, എത്രയോ മഹല്ലുകളുണ്ട്. ഒരു ദിവസം നമുക്ക് വേണ്ടി ഒരു ഖബറൊരുങ്ങുന്നതാ. ആ ഖബറിനകത്ത് നമ്മളെ കൊണ്ടുവച്ചിട്ട് ആ പള്ളിയുടെ ഇമാമ് കടന്നു വന്നിട്ട് തൽഖീനോതുമ്പോ ആദ്യമായി ഓതുന്ന ആയത്തേതാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മനുഷ്യ, നിന്നോട് ഇന്നലെ വരെ പറഞ്ഞില്ലേ നീ മരിക്കുമെന്ന്? നിന്നോട് ഇന്നലെ വരെ പറഞ്ഞില്ലേ? എന്നായാലും മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. മുസ്ലിമേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിയോടെ സ്വർഗം കണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനേ. എന്നായാലും മരണപ്പെടും, അതിന് യാതൊരു സംശയമില്ല. കുല്ലു നഫ്സിൻ
ജനിച്ചാൽ മരിച്ചേ പറ്റും, അതിന് യാതൊരു സംശയമില്ല. ആ മരണത്തിന് മുമ്പ് ഒന്ന് തയ്യാറാണ്. അതിനുവേണ്ടിയാണ് നമ്മളോട് ഒരുമിച്ച്. അള്ളാഹു മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചിട്ട് മരിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു മുമ്പ് ഇവിടെ സംഭാവനയൊക്കെ വല്ല കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് മുമ്പിൽ ഇരിപ്പുണ്ട്, സ്ഥാപനോട് ഇരിപ്പുണ്ട്. സംഭാവന കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കൊണ്ട് കൊടുക്കാം. മരണത്തിന്റെ മുന്നൊരുക്കം എന്ന് പറയുന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. അപ്പം മരണമാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒന്ന് തയ്യാറെടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളോട് ഒരുമിച്ച് കൂടുന്നത്. ബക്കറ്റ് കളക്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പിരിവില്ല. നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് സന്തോഷത്തോടെ അവർ സ്വീകരിക്കും. വേറെ ഒരു പിരിവും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബക്കറ്റ് കളക്ഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുത്തേ പറ്റൂ. കാരണം ഇത് നല്ല ചില പരിപാടിക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും നാളെ ആഖിറത്തിന്റെ മുതൽക്കൂട്ടായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് റബീഉൽ ആഖിറിന്റെ പൊൻപലരി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ റബീഉൽ ആഖിറിൽ നമ്മുടെ മനസാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു മഹൽ വ്യക്തിത്വമുണ്ട്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് രോഗശയ്യയിലാണ്. വലമ്മാ മരിദ ശൈഖ് മുഹയ്യിദ്ദീൻ, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ രോഗശയ്യയിലാണ്. എങ്ങനെയുള്ള രോഗമെന്നറിയോ? മറദഹുല്ലദീ മാത ഫീഹി. അതേ രോഗത്തിനാ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞേ. ആരാ മുഹയ്യിദ്ദീൻ ശൈഖ്? ആരെന്നറിയോ? 7ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ പഠിക്കാൻ കടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവായ ഫാത്തിമ ബീവി ചാരത്തേക്ക് വിളിച്ചിട്ട് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞു കൊടുത്ത വസിയത്ത് എന്താ? കള്ളം പറയരുതെന്നും മാസുന്നാരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ പഠിക്കാൻ കടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവായ ഫാത്തിമ ബീവി ചാരത്തേക്ക് വിളിച്ചിട്ട് തന്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുത്ത വസിയത്ത് എന്തെന്നറിയോ? കടമേര് റഹ്മാനിയ അറബി കോളേജിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പിതാക്കന്മാരെ, ഒരുമിച്ച് കൂടിയ മാതാക്കന്മാരെ കഴിഞ്ഞിട്ടുണ്ടോ? തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് ഇതുപോലത്തെ വസിയത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുന്ന പൊന്നുപോലെ, എവിടെ പോയാലും കള്ളം പറയല്ലടാ, ആരുടെ മുമ്പിൽ പോയാലും കള്ളം പറയല്ലടാ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ പഠിക്കാൻ കടന്നു പോകുമ്പോ കാട്ടിലൂടെയാ കടന്നു പോകുന്നേ. ആ സമയത്ത് കൊള്ളസംഘം തടഞ്ഞു വെച്ചിട്ട് മഹാനുഭാവനോട് ചോദിക്കുന്നു, പൊന്നുമോനെ നിന്റെ കയ്യിൽ എന്താടാ ഉള്ളേ? ആ സമയത്ത് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? എന്റെ കയ്യിൽ സ്വർണത്തിന്റെ 40 നാണയമല്ലാതെ വേറൊന്നുമില്ല, വേറൊന്നുമില്ല. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിനോട് കൊള്ളസംഘത്തിന്റെ നേതാവ് ചോദിച്ചു, പൊന്നുമോനെ എന്തിനാടാ സത്യം പറഞ്ഞത്? എന്തിനാ? ഞങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞിട്ട് നിനക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നു? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് കൊടുത്ത മറുപടി എന്തെന്നറിയോ? കടമേറിയ റഹ്മാനിയ അറബി കോളേജിന്റെ ചാരത്ത് ഒരു മിസ് കൂടിയ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പറഞ്ഞു കൊടുത്ത ഉപദേശം നമ്മുടെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് കൊള്ളസംഘത്തിന്റെ നേതാവിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ പഠിക്കാൻ കടന്നു പോകുകയാ. ആ സമയത്ത് യാത്ര തിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നോട് പറഞ്ഞ വസിയത്ത് എന്തെന്നറിയോ? പൊന്നുമോനെ എവിടെ പോയാലും കള്ളം പറയല്ലടാ, ആരുടെ മുമ്പിൽ പോയാലും കള്ളം പറയല്ലടാ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മുഹയ്യിദ്ദീൻ ശൈഖ് ആരായെന്നറിയോ? സുൽത്താനുൽ ഔലിയാ, ഔലിയാക്കളുടെ നേതാവെന്ന പദവിയിലേക്ക് പടച്ചറപ്പ് കൊണ്ടുപോകുകയാ. അങ്ങനെയുള്ള
മുഹയ്യിദ്ദീൻ ശൈഖ് രോഗശയ്യയിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നു, ഉപ്പാ യാ സയ്യിദി ഔസിനി ബിമാ അഅമലു ബിഹി ബഅദക. ഉപ്പാ, അങ്ങയുടെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിയോടെ സ്വർഗം കണ്ട് മരണപ്പെടാ. എന്തെങ്കിലും വസിയത്ത് എനിക്ക് പറഞ്ഞു തരുമോ ഉപ്പാ? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ രോഗശയ്യയിലാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് ചോദിച്ചു, ഉപ്പാ, അങ്ങയുടെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരണപ്പെടാൻ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ എന്തെങ്കിലും വസിയത്ത് എനിക്ക് പറഞ്ഞു തരൂ. നമ്മളൊന്ന് ആലോചിച്ച്, കടമേരി റഹ്മാനിയ റബി കോളേജിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ നമ്മുടെ പിതാവ് മരണപ്പെടാൻ കിടക്കുക. ആ സമയത്ത് മകൻ വന്നിട്ട് പിതാവിനോട് ചോദിക്കും, ഉപ്പ, കോളേജിന്റെ തൊട്ടപ്പുറത്തൊരു 10 സെന്റ് വസ്തു കിടപ്പുണ്ട്, അത് 10 വർഷമായിട്ട് ഞാൻ നോട്ടിട്ടിരിക്കുകയാണ്, അത് എനിക്ക് തന്നെ തരണം, എനിക്ക് ആ കൂടത്തിൽ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. മാതാവ് മരണപ്പെടാൻ സമയത്ത് പ്രിയപ്പെട്ട മകള് ചാരത്ത് വന്നിട്ട് പറയും, ഉമ്മ, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന 5 പവന്റെ മാല ഞാൻ 5 വർഷം കൊണ്ട് നോട്ടിട്ടിരിക്കുകയാണ്, അത് എനിക്ക് തന്നെ തരണം, കിട്ടാൻ കൂടാ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ സമ്പത്തോ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളോ എനിക്ക് വേണ്ട. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഞാനും മരിക്കേണ്ടവനാണ്. ആ മരണത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും വസിയത്ത് എനിക്ക് പറഞ്ഞു തരൂ. ആ സമയത്ത് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബിന് 5 വസിയത്ത് പറഞ്ഞു കൊടുത്തു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. 5 പറയാൻ നേരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇൻഷാ അല്ലാഹ് 2-2.5 മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യും. എവിടം വരെ എത്തോ അതുവരെ നമ്മൾ ചർച്ച ചെയ്യും. ഉണ്ടാവില്ല, അവസാനം വരെ ഉണ്ടാവുമല്ലോ. നമ്മളെ താണ്ടികളാണ് എല്ലാവരും ഉണ്ടാവില്ല അവസാനം വരെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തത്തെ പൂർണ്ണമായിട്ടും അഞ്ച് വസിയത്ത്. ഈ വസിയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം തയ്യാറായാൽ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരണപ്പെടാം. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഒന്നാമതായി മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബിന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ വസിയത്ത്, അബ്ദുൽ വഹാബിന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ വസിയത്ത് എന്താ? അലൈക ബിതഖ്വല്ലാഹ്, അലൈക ബിതഖ്വല്ലാഹ്. പൊന്നുമോനെ, എവിടെ പോയാലും പടച്ചറപ്പിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കടാ. അത് കടമേരിയുടെ ഭാഗത്താകട്ടെ, പാറക്കടവിന്റെ ഭാഗത്താകട്ടെ, പാനൂരിന്റെ ഭാഗത്താകട്ടെ, വടകരയുടെ ഭാഗത്താകട്ടെ, കോഴിക്കോട് ജില്ലയിലാകട്ടെ, കണ്ണൂർ ജില്ലയിലാകട്ടെ, കാസർഗോഡ് ജില്ലയിലാകട്ടെ, തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാകട്ടെ, കേരളത്തിന്റെ അകത്താകട്ടെ, കേരളത്തിന്റെ പുറത്തായ സൗദിയുടെയും ഖത്തറിന്റെയും ബഹ്റൈനിന്റെയും അബുദാബിയുടെയും ദുബൈയുടെയും മണ്ണിലാകട്ടെ, എവിടെ പോയാലും പൊന്നുപോലെ നിന്നെ പടച്ച് പരിപാലിക്കുന്ന ഹിട്ടാവാന പടച്ചറപ്പുണ്ടല്ലോ. ഓ, പടച്ചറപ്പിനെ പേടിച്ച് തഖ്വയോടെ ദുനിയാവിൽ ജീവിക്കുക. തന്റെ മകനായ അബ്ദുൽ വഹാബിന് പിതാവാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ വസിയത്ത്, കടമേരിയുടെ ഭാഗത്ത് ഒരുമിച്ച് കൂടിയവരെ, ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കടന്നു പോകുന്ന പല സഹോദരന്മാരുടെ മനസ്സിനകത്തും ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കള് കാണുന്നില്ലല്ലോ, നാട്ടിലുള്ള എന്റെ മാതാപിതാക്കള് കാണുന്നില്ലല്ലോ, നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും കുടുംബക്കാരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അറബിയെ പറ്റിച്ച് സമ്പത്തുണ്ടാക്കിയ ചിന്തയോടെ സമ്പത്തുണ്ടാക്കുന്നവരെ, സിനത്തൻ വലാലവുമുല്ലഹു,
കണ്ണുമായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പണച്ചറപ്പുണ്ടല്ലോ, അവനെല്ലാം കാണുന്നുണ്ടെന്ന ചിന്തയോടെ ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കുക. തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ വഹാബിന് ഒന്നാമത്തെ വസിയത്ത് പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമത്തെ വസിയത്ത് എന്താ? അലൈക ബിത്തഖ്വല്ലാഹ്, തഖ്വയോടെ ജീവിക്കുക. അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കുക. അല്ലാഹു ഉസ്താദെ വാക്ക് 4 നിങ്ങൾ പറയേണ്ട ഒന്നാമത്തെ കാര്യത്തെ നമ്മൾ നോക്കാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സ്വർഗ്ഗം പടച്ചത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിസ്തീർണമുള്ള വിസ്താരമുള്ള പരിശുദ്ധമായ സ്വർഗ്ഗം അല്ലാഹു പടച്ചത് ആർക്ക് വേണ്ടിയാ? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ദുനിയാവിന്റെ പുലുക്ക് പുറത്ത് പടച്ചറപ്പിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കുന്നവരാരോ, തഖ്വയോടെ ജീവിക്കുന്നവളാരോ, അവർക്ക് വേണ്ടി ആ പടച്ചറപ്പ് സ്വർഗ്ഗം പടച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. സ്വർഗ്ഗം പടച്ചത് ആർക്ക് വേണ്ടിയാണ്? സ്വർഗ്ഗം എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, ഈ കടമേരി റഹ്മാനിയ അറബി കോളേജിന്റെ ഈ ഗ്രൗണ്ട് പോലെ ആയിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിസ്തീർണമുണ്ട്, വിസ്താരമുണ്ട്. ആകാശത്തിന്റെ തുടക്കം എവിടെയാണ്, ആകാശത്തിന്റെ അവസാനം എവിടെയാണ്, ഇതുവരെ ഒരു ശാസ്ത്രലോകം പറഞ്ഞു തന്നിട്ടില്ല. ഭൂമിയുടെ തുടക്കം എവിടെയാണ്, ഭൂമിയുടെ അവസാനം എവിടെയാണ്, ഇതുവരെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാളും വിസ്തീർണമുള്ള വിസ്താരമുള്ള പരിശുദ്ധമായ സ്വർഗ്ഗം അല്ലാഹു പടച്ചു. മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് കടന്നു പോകാൻ ഇവിടെ ഒരുമിച്ച് കൂടി നാം ഓരോരുത്തർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സ്വദഖ, സക്കാത്ത് സ്വീകരിക്കണോ? മാനദണ്ഡം തഖ്വയാണെന്ന് ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കണോ? പരിശുദ്ധമായ റമദാന് കടന്നു വരുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കണോ? നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് പരിശുദ്ധമായ കഅബയിലേക്ക് കടന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കണോ? പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്വദഖ അല്ലാഹു സ്വീകരിക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയാണ് മാനദണ്ഡമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമ്മുടെ അമലുകൾ, ഇബാദത്തുകൾ സ്വീകരിക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു തഖ്വയാണ് മാനദണ്ഡം. ഇനി ഇതൊക്കെ കേട്ടു ഇവിടെ ഇരുന്നിട്ട് ഒരു സഹോദരനോ സഹോദരിയോ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, എന്തായാലും മരിക്കേണ്ടവനാണല്ലോ, തഖ്വയോടെ ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് നീ തയ്യാറെടുക്കുമ്പോ ആ തഖ്വയിൽ നിന്ന് നിന്നെ തെറ്റിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടിടാൻ 4 ശത്രുക്കൾ നിഴലുപോലെ നിന്നെ പിന്തുടരും. തഖ്വയോടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നമ്മളെ തഖ്വയിൽ നിന്ന് തെറ്റിച്ച് നരകത്തിന്റെ കുണ്ടുകളിലേക്ക് കൊണ്ടിടാൻ 4 ശത്രുക്കൾ നിഴലുപോലെ നമ്മളെ പിന്തുടരും. ശത്രുവിനെ പരാജയപ്പെടുത്തി ആരാണോ തഖ്വയുടെ ദുനിയാവിൽ ജീവിക്കുന്നത്, സുനിശ്ചിതമായി മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ട് മരിക്കാമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, തഖ്വയോടെ ജീവിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ, അല്ലാഹുവേ, ഇന്നലെ വരെ ജീവിച്ച ജീവിതം ഒരു ജീവിതമല്ല അല്ലാഹ്, എന്നായാലും ഞാൻ മരണപ്പെടേണ്ടവനാ. ആ മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ട് അസ്റായീലിനെ പുഞ്ചിരിയോടെ കാണണമല്ലാഹ് എന്ന ചിന്തയോടെ തഖ്വയോടെ ജീവിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തഖ്വയിൽ നിന്ന് നിന്നെ തെറ്റിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടിടാ 4 ശത്രുക്കൾ നിഴല് പോലെ നിന്നെ പിന്തുടരുകയാ. മഹാന്മാര് പറഞ്ഞു തരുന്നു, ഇന്നീ ബുലീതു ബി അർബഇന യർമീനനീ
بسهام خوس ما لها تكثير إبليس والدنيا ونفسي والورى يا ربي عند خلائق قدير. തഖ്വയോടെ ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന നിന്നെ തഖ്വയിൽ നിന്ന് തെറ്റിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ 4 ശത്രുക്കൾ പിന്തുടരും. ഈ പറയാൻ പോകുന്ന ശത്രുവിനെ ആര് പരാജയപ്പെടുത്തുന്നുവോ രക്ഷപ്പെടും. അള്ളാഹു പരാജയപ്പെടുത്തുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു ശക്തി വരുന്നു. അള്ളാഹു ഈ പറയാൻ പോകുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തി തഖ്വയോടെ ദുനിയാവിൽ ജീവിച്ച് സ്വർഗം കണ്ടു പുഞ്ചിരിയോടെ മരണപ്പെടാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധയോടെ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, തഖ്വയോടെ ജീവിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തഖ്വയിൽ നിന്ന് നിന്നെ തെറ്റിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടിടാ. നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ശത്രുവാരാ വദ്ദുനിയാ. അത് ദുനിയാവാ. ദുനിയാവാ. ദുനിയാവിന് എന്തോരു സൗന്ദര്യമാ, ദുനിയാവിന് എന്തോരു ആനന്ദമാ, ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തോരു സന്തോഷമാ. കാരണം എന്തെന്നറിയോ, ദുനിയാവ് നമ്മുടെ ശത്രുവാ. പള്ളിയിലേക്ക് നിസ്കരിക്കണമെന്ന മനസ്സോടുകൂടി പള്ളിയുടെ കവാടത്തിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ നിന്റെ പാക്കറ്റിന്റെ അകത്തിരിക്കുന്ന മൊബൈലിനാ റിംഗ്ടോൺ കേൾക്കുകയാ. ിന്റെ കാതിലേക്ക് വെക്കുമ്പോ മറുഭാഗത്ത് ആരെന്നറിയോ, ദുനിയാവിന്റെ രൂപത്തിൽ നിന്റെ കൂട്ടുകാരന് കടന്നു വരികയാ. പൊന്നുപോലെ വരുന്നില്ലടാ, ഇവിടെ എന്തെല്ലാം ആനന്ദങ്ങൾ കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കണമെന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തവരെ കൂട്ടുകാരൻ ദുനിയാവിന്റെ രൂപത്തിൽ കടന്നു വന്നിട്ട് നിന്നെ കൊണ്ടുപോകുകയാ. മഹാന്മാര് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ശത്രുവാരാ അത് ദുനിയാവാ. ദുനിയാവാ. ഒന്നാമത്തെ ശത്രുവാരാ വദ്ദുനിയാ. അത് ദുനിയാവാ. നിസ്കരിക്കണമെന്ന ചിന്തയോടെ ബാങ്കൊക്കെ കേട്ട് ഒതുവൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോവാണ്. ഉടനെ പാക്കറ്റിരിക്കുന്ന മൊബൈലിൽ റിംഗ്ടോൺ പെട്ടെന്ന് എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചെവിയിലോട്ട് വെക്കുമ്പോ മറുഭാഗത്ത് ദുനിയാവിന്റെ രൂപത്തിൽ നിന്റെ കൂട്ടുകാരൻ എന്തെല്ലാം നടക്കുന്നു വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് നിന്നെ അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് ദുനിയാവ് ഒന്നാമത്തെ ശത്രുവാണ്. ദുനിയാവിനെ വെടിയാതെ ഒരിക്കലും സ്വർഗത്തിനകത്ത് കടക്കാൻ പറ്റില്ല. നമ്മളെന്തിനീ ദുനിയാവിനെ ഇഷ്ടപ്പെടണം? അല്ലാഹുവിന്റെ റസൂൽ ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ ഹദീസുകളാ പറഞ്ഞു തന്നേ. പുന്നാര നബിതങ്ങള് പറഞ്ഞു തരയാ, ദുനിയാ ഖന്ദറത്തുൻ ഇലൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാ. പാലമാ. ഈ ദുനിയാവാകുന്ന പാലം അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആഖിറമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ മുസ്ലിമേ. ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലം. പാലം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്. വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം? ലൈസൻസ്. ഈ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ലേണേഴ്സ് പരീക്ഷ. ആ ലേണേഴ്സ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? പാലത്തിലൂടെ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം. അതിന് നമ്മൾ കൊടുക്കുന്ന മറുപടി പാലത്തിലൂടെ അധിക സ്പീഡ് പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, വളരെ സാവധാനത്തോടും സമാധാനത്തോടും കൂടിയായിരിക്കണം വണ്ടി ഓടിക്കണം. അതുപോലെ ദുനിയാവാകുന്ന പാലത്തിലൂടെ നീ സഞ്ചരിച്ചു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും ശത്രുവാര ഇബ്ലീസ് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് പല ചിന്തകളും വിട്ടുതരും. എടാ, കള്ളുകുടി കൊള്ളാമടാ, വ്യഭിചാരം കൊള്ളാമടാ, പലിശ മേടിക്കല് കൊള്ളാമടാ, ലോട്ടറി എടുക്കല് കൊള്ളാമടാ. അങ്ങനെ മോശമായ ഓരോ ചിന്തകളും ഇബ്ലീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുമ്പോ അത് മുഴുവനും പുറങ്കാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞിട്ട് ഇലല്ലാ, അല്ലാഹു
അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാനെ അനുസരിച്ച് അള്ളാനെ പേടിച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആരാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്നേ, അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ പറഞ്ഞു വിടുന്നതാ. അതല്ല നേരെ മറിച്ച് ഇബ്ലീസ് പറയുന്നത് മുഴുവനും ദുനിയാവിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് മരണപ്പെട്ട് നാളെ ആഖിറത്തിലേക്ക് കടന്നു എന്നാ അള്ളാഹുവിന്റെ കപ്പിക്കാടുന്ന നരകത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ പറഞ്ഞു വിടുന്നതാ. ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലം കഴിയുന്നത് വരെയുള്ളൂ ഈ ദുനിയാവിന്റെ സുഖം. വീണ്ടും പറയുന്നു, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, അദ്ദുനിയാ മിറാറത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടിയാ, കണ്ണാടിയാ. ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടിയാ. നമ്മളൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങാൻ നിൽക്കാറുണ്ട്. എത്ര സമയം നിൽക്കും? വെറും തുച്ഛമായ സമയം. അതുപോലെയുള്ള ഈ ദുനിയാവ്, ദുനിയാവാകുന്ന കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ പ്രതിബിംബമായി കാണുന്നത് ആഖിറത്തെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാ, മസ്ലി അല ദുനിയാ. ബഹുമാനമുള്ളവരെ, ഈ ദുനിയാവിനെ കുറിച്ച് എനിക്കൊരു ഉപമ പറഞ്ഞു തരണം. ബഹുമാനമുള്ളവരെ, ലോക ചരിത്ര സത്യത്തിന് നേതൃത്വം വഹിച്ച മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പള്ളി മറന്നുകൊണ്ട്, നിസ്കാരം മറന്നുകൊണ്ട്, നോമ്പ് മറന്നുകൊണ്ട്, സക്കാത്ത് മറന്നുകൊണ്ട്, സദഖ മറന്നുകൊണ്ട്, പാവപ്പെട്ടവരെ മറന്നുകൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകൾ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവരെ, നിസ്കാരം നോമ്പും ബോധനമില്ല. പള്ളിയിലുള്ള മുയിലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും പറഞ്ഞിട്ടുള്ളതാ, നമുക്ക് കുടുംബം പോറ്റുന്ന പണിയാ. അതുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നോമ്പ് പിടിക്കാൻ നിങ്ങൾ തയ്യാറല്ല, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും കൊടുത്തുവിടേണ്ട സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ അർഹരല്ല, നിങ്ങൾക്ക് കുടുംബം പോറ്റുന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും, വാഹനം ഓടിക്കുന്നവനും, കച്ചവടം നടത്തുന്നവനും, മുതലാളിയും തൊഴിലാളിയും, ഡോക്ടറും രോഗിയും, പ്രതിയും വക്കീലും ജഡ്ജിയുമല്ല, അല്ലാഹുവിന്റെ വിലവിലക്കിന് മുന്നിൽ ഒരേപോലെ പാകമാത്രമാകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിനെ കുറിച്ച് ഉപമ പറയാ, അദ്ദുനിയാ കഹുൽമിൻ നായിമീൻ. ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാ, സ്വപ്നം പോലെയാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാണെന്ന് മഹാനായ ഇബ്നു പോലെയാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു. നമ്മൾ ഉറക്കത്തിനകത്ത് എന്തെല്ലാം സ്വപ്നം കാണാം. നേരെ ചെവി നടക്കാറില്ലാതെ നമ്മൾ എത്രയോ പ്രാവശ്യം കട്ടിലിൽ കിടന്നിട്ട് ആകാശത്തോട് എയ്റോപ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ചെവി സൈക്കിളോരും ചവിട്ടാറില്ല. എന്നാലും കട്ടിലിൽ കിടന്നിട്ട് കാണുന്നതോ 2 കോടിയുടെയും 4 കോടിയുടെയും BMW 400 മൈൽ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് അവസാനം കട്ടിലിൽ നിന്ന് തറയെ കൊണ്ട് ചാടി കാണിച്ചു വയ്ക്കപ്പോൾ ഇതാണ് ദുനിയാവ്. എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണ്, സ്വപ്നങ്ങളാണ് നമ്മൾ നെയ്ത് കൂട്ടിയത്. പണ്ഡിതന്മാര് പറയുകയാണ്, വമൽ മാലു വല്ലഹ്ലൂന ഇല്ലാ വദായിഉ വലാ ബുദ്ദ യൗമൻ തുറത്തുൽ മവാദിഉ. പണ്ഡിതന്മാര് പറയുകയാണ്, അല്ലാഹു നിന്നെ ഈ ലോകത്ത് പടച്ചപ്പോ നിന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി അല്ലാഹു നിനക്ക് ഭാര്യയെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, വാഹനം തന്നു, വസ്തു തന്നു. ഇതെല്ലാം നിനക്ക് തന്നത് എന്തിനെന്നറിയോ? ഒരു ദിവസം അസ്രായീലിന്റെ കരാള ഹസ്തത്തിൽ നിന്റെ റൂഹ് വെടിവെട്ട പിന്നെ മുസ്ലിമേ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് രക്ഷയില്ല. നീ കെട്ടിപ്പൊക്കിയ നിന്റെ മണിസൗധങ്ങൾ കൊണ്ട് രക്ഷയില്ല. നീ വാങ്ങിച്ചു
വിളിച്ചു കൂട്ടിയ നിന്റെ വാഹനങ്ങൾ കൊണ്ട് രക്ഷയില്ല. ഇത് മുഴുവനും ദുനിയാവിന്റെ നെറുകയിൽ കളഞ്ഞിട്ട് നിന്റെ പള്ളിയുടെ പരിസരത്തുള്ള 6 അടി മണ്ണിന്റെ അകത്ത് ഒതുങ്ങുന്നത് വരെയല്ലേ ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയും മുസ്ലിമേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന വലയന സക്കറത്തുമെടാ മനുഷ്യ, നിനക്ക് ഞാൻ എത്രയോ അനുഗ്രഹങ്ങളാ വാരിക്കോരി ചുരുങ്ങി തന്നിരിക്കുന്നേ. ആ അനുഗ്രഹങ്ങൾക്ക് പകരമാ നീ എനിക്ക് വേണ്ടി നന്ദി കാണിച്ച, നീ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത, നീ എന്നെ അനുസരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച ലഅസീദന്നകും, ഇനിയും നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് തരാം, ഒരുപാട് സുഖങ്ങൾ തരാം, ഒരുപാട് സൗകര്യങ്ങൾ തരാം. കാരണം എന്തെന്നറിയോ, കൊടുക്കും തോറും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാരാ? അത് പടച്ചറപ്പാ, പടച്ചറപ്പാ. ഓ പടച്ചറപ്പ് പറയുന്ന മനുഷ്യ, നീ എന്നെ അനുസരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച ഒരിക്കലും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാരാ? നിനക്കിനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തരാ. നല്ല നേരെ മറിച്ച് വലയിലെ കഫറത്തുള്ളന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ദുനിയാവിൽ ആസ്വദിച്ചിട്ട് എന്നെ മതിമറന്നു പോയാ ഇന്ന അദാബി ലസദീദ്, എന്തായാലും നീ ദുനിയാവിൽ നിന്ന് വിട പറയുമല്ലോ, നാളെ എന്റെ ആഖിറത്തിലേക്ക് കടന്നു വരുമല്ലോ. ഓ നീ കാണാൻ പോകുന്ന ശിക്ഷ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലയിൻ സക്കർക്കർ, മനുഷ്യ നിനക്ക് ഞാൻ എത്രയോ അനുഗ്രഹങ്ങളാ തന്നെ. ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി എനിക്ക് വേണ്ടി നന്ദി കാണിച്ചാൽ, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് ഇനിയും തരാം. കാരണം എന്റെ ഖജനാവ് എത്ര കൊടുത്താലും തീരൂല. തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥൻ പടച്ചടപ്പ് മാത്രമേ. അതല്ല, നേരെ മറിച്ച് എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ദുനിയാവിൽ ആസ്വദിച്ചിട്ട് എന്നെ മതി മറന്നുപോയാ ഇന്ന അദാബി ലശദീദ്, നീ ഇവിടെ നിന്ന് മരണപ്പെട്ടിട്ട് നാളെ ആഖിറത്തിലോട്ട് വരുമല്ലോ, അന്ന് നീ കാണാൻ പോകുന്ന ശിക്ഷ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹു താക്കീതായിട്ട് പറയും. അല്ലാഹു നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം കൊണ്ട് പടച്ചറപ്പ് നമ്മളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വരുന്നവരുടെ കൂട്ടത്തിൽ ഈ കടമയിലെ റഹ്മാനി അറബി കോളേജിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഇത് പറയുമ്പോ പല സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ഇരുന്നിട്ട് മനസ്സുകൊണ്ടൊരു ചിന്തയുണ്ട്, ഉസ്താദേ അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലല്ലോ. എത്രയോ പേര് സ്വന്തമായ വീടിനകത്ത് കിടന്നിറങ്ങുമ്പോഴും ഞാനെന്ന് കിടക്കുന്നത് വാടക വീട്ടിൽ. എത്രയോ പേര് AC ഇട്ട വാഹനത്തിനകത്തൂടെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാനെന്ന് നടന്നല്ലേ പോകുന്നേ. നമ്മളെ അനുഗ്രഹമായിട്ട് കണ്ടത് വീട്, വാഹനം, വസ്തു, സമ്പത്ത് ഇതൊക്കെ. എന്നാൽ നമ്മളൊന്നും കാണാതെ പോയ കുറെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞു, ഉമറേ, എന്നും രാത്രി നിന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്തോതിയിട്ട് കിടന്നു. എന്നും രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി കിടക്കയിലേക്ക് വരുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്തോതിയിട്ട് കിടന്നുറങ്ങാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്തം വിട്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, എന്നും രാത്രി ഞാൻ എന്റെ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്തോതിയിട്ട് കിടന്നുറങ്ങണമെന്ന ചിന്തയോട് ഖുർആനിന്റെ 1000 ആയത്ത് ഞാൻ ഓതാൻ തുടങ്ങിയ എന്റെ സുബഹി വരെ ഓതിയാലും തീരില്ല നബിയേ. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ലെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, 1000 ആയത്തോതിയിട്ട് കിടന്നിറങ്ങണമെന്ന ചിന്തയുടെ ഖുർആൻ ഞാൻ ഓതാൻ തുടങ്ങിയ സുബഹി വരെ ഓതിയാലും തീരില്ല നബിയേ. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. നമ്മളോ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എല്ലാ ഡോക്ടർമാരെടുക്കലും പോകും,
എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി. അവസാനം ഡോക്ടർ പറയും എല്ലാ ചെക്കപ്പും നടത്തി നിങ്ങളുടെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം എവിടെ വരും പറയും, കാര്യപ്പെട്ട ഉസ്താദന്മാരെ കാണാൻ വരും, കാര്യപ്പെട്ട തങ്ങന്മാരെ കാണാൻ വരും. ആ സമയത്ത് തങ്ങൾ പറയും അല്ലെങ്കിൽ ഉസ്താദ് പറയും, വിശുദ്ധമായ ഖുർആനിന്റെ ഇന്ന ഇന്ന സൂറത്തുകൾ ഓതണം, ഇത്ര ദിക്റുകൾ ചെല്ലണം, ഇത്ര സ്വലാത്തുകൾ ചെല്ലണം എന്ന് പറയുമ്പോ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് ചെയ്തില്ല എങ്കിലോ അള്ളാഹു ബുദ്ധിമുട്ടിന്റെ മേൽ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ തങ്ങളോട് പറയണം, ഉസ്താദിനോട് പറയണം, ഉസ്താദെ എന്നെക്കൊണ്ട് ഇത്രയും കഴിയുണ്ട്, കുറച്ച് തരണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല നബിയേ, 1000 ആയത്തൂതിയിട്ട് കിടന്നിറങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ, വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ 1000 ആയത്ത് തന്നെ ഓതണമെന്നല്ല, എന്നാൽ ഖുർആനിന്റെ 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് ഉണ്ട് ഉമറേ, ഉണ്ട് ഉമറേ. 1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ 1000 ആയത്ത് എന്നാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. മാമാരും പാപ്പാരൊക്കെ വിചാരിക്കും നമ്മൾ ഈ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഖുർആൻ തുറന്നു വെച്ച് നോക്കണം, ഈ ഓതുന്ന അക്ഷരമൊക്കെ അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം, ഒരുപാട് പേര് ഇങ്ങനെ ഖുർആൻ ഓതുവാണ്, പക്ഷെ ഖുർആൻ തന്നെ അവരിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. വായി തോന്നുന്നത് ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരേ ഖുർആൻ ശപിച്ചു. അതുകൊണ്ട് അതിന്റെ തജ്വീദും അതിന്റെ നിയമങ്ങളും അതിന്റെ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഖുർആൻ. ഇത് പറയുമ്പോൾ വയസ്സായവർ ചോദിക്കും, ഞാനിനി എന്ത് പഠിക്കാനാണ്, എനിക്ക് വയസ്സായി. പഠനത്തിന് വയസ്സായ തടസ്സമല്ലല്ലോ, വയസ്സായവർക്കും പഠിക്കാം, ചെറുപ്പക്കാർക്കും പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. ആവേശമായി, ആഗ്രഹമായി, ആർത്തിയായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വമാ ഹാദിഹി സൂറത്ത് യാ റസൂലല്ലാഹ്, നബിയേ ഏതാണെന്ന് പാവപ്പെട്ട ഉമറിന് പറഞ്ഞു തരുമോ നബിയേ? അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാളെ സ്വർഗത്തിനകത്ത് ചിറക് വെച്ച് പാറിക്കളിക്കുന്ന പറവയെ പോലെ പറന്നു നടക്കാ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന സൂറത്തേതാ? കടമേൽ റഹ്മാനിയ അറബി കോളേജിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, പഠിച്ചോടാ പഠിച്ചോടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് പെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് രാത്രി നിന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുന്നു. നിന്റെ മൊബൈലിനകത്ത് കയറ്റി വെച്ചിരിക്കുന്ന അഴകുള്ള നഗ്നവേദികളില്ലേ, അതാരും കാണാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ കണ്ടാസ്വദിക്കുന്നവരാണെങ്കിൽ വേണ്ട മോനെ, വേണ്ട അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ 2 കണ്ണുകൾ തന്നില്ലേ? ഈ കണ്ണ് തന്നതാരാ? ഈ കണ്ണിനെ കാണിച്ചു തന്നതാരാ? നോട്ടത്തിലെങ്കാരം നീ നോക്കിപ്പോയാ പൊന്നുമോനെ, കാഴ്ച തന്ന പടച്ചറപ്പങ്ങാനം ഈ കണ്ണിന്റെ കാഴ്ചയും എടുത്തു മാറ്റിയാ പിന്നെ നിന്റെ മാതാപിതാക്കളെ കാണാനൊക്കോ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാനൊക്കോ, നിന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ കാണാനൊക്കോ. അതുകൊണ്ട് പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന സൂറത്തേതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സൂറത്ത് തകാസുർ ഓതിയാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം.
അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കിടക്കാൻ സമയത്ത് അതുകൊണ്ട് കിടന്നു. അള്ളാഹു അവരുടെ ഭാഗ്യം തന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സംശയം. നമ്മളും അങ്ങനെയാണ്, എന്തെങ്കിലും കാര്യം കേട്ടു സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണം നടത്തിയിട്ട് വേണം വീട്ടിൽ പോയി കിടന്നു. എന്നാ നമ്മുടെ ചെറുപ്പക്കാരുടെ ചോദ്യം കേട്ടാലേ തിരിച്ചു. ഒരു സ്ഥലത്ത് പ്രവാസനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കൊണ്ടുവന്ന് വെച്ചു, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു ചോദിക്കുക, അറിയുന്നാണെങ്കിൽ പറഞ്ഞു. അവൻ ചോദിച്ചിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ തുമ്മിയാൽ നമ്മൾ എന്ത് പറയണം? തുമ്മിയാൽ തുമ്മിയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. ഇനി മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകൽ നിർബന്ധമാണ്. ഇനി ആവണക്കള്ള എണ്ണ കുടിച്ചിട്ടാണ് ഇത് പോണെങ്കിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, വിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് സൂറത്തുൽ ബഖറയുണ്ട്, സൂറത്തുൽ ആൽ ഇംറാനുണ്ട്, സൂറത്തുൽ നിസാ ഉണ്ട്, സൂറത്തുൽ മാഇദയുണ്ട്, സൂറത്തുൽ അൻആം ഉണ്ട്, സൂറത്തുൽ അഅറാഫ്. ഇങ്ങനെ വലിയ വലിയ സൂറത്തുകളുള്ളപ്പോ ഇത്രയും വലിയ സൂറത്തുകളുള്ളപ്പോ ഈ ചെറിയ സൂറത്തിന് മാത്രം എത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം, ആ പ്രതിഫലം കിട്ടാനുള്ള കാരണം പറയാൻ പോവാം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നേർച്ച പങ്കെടുക്കുന്നുണ്ട്. ഭക്ഷണം നൽകുന്നുണ്ട്. നേർച്ച പങ്കാണ്. പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ട് പ്രവാചകന്റെ പ്രകീർത്തനമൊക്കെ പറഞ്ഞ് മൗലൂദൊക്കെ ചൊല്ലി ദുആയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തരുന്നൊരു ഭക്ഷണം. അതിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകും. അതിന് വലിയ ചെലവുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യമായ രീതിയിൽ നിങ്ങൾ ബക്കറ്റ് വരാൻ പോവാണ്. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവാണ്. ഈ സൂറത്തിന് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം അത് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമീപിക്കാൻ പോവാണ്. സഹോദരിമാരുടെ മുമ്പിലോട്ട് വരുമ്പോ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പറഞ്ഞുതരാം. സ്വർണ്ണമൊക്കെ കൊടുത്ത ആൾക്കാരുണ്ട്, പറഞ്ഞുതരാം. സംഭാവന ഇടുന്നതിന് മുമ്പ് ഒരു നിയ്യത്ത്. നമ്മൾ പൈസ വൈക്കറിനകത്ത് ഇടുന്നതിന് മുമ്പ് ഒരു നിയ്യത്ത്. അല്ലാഹുവേ, എനിക്കും എന്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തരല്ലേ അല്ലാഹുവേ. ഇതാണ് നമ്മുടെ നിയ്യത്ത്. കാരണം ക്യാൻസർ രോഗം ബാധിച്ച വലിയ വിഷം. മന്നാനിയ അറബി കോളേജിൽ ഈ വിനീതനോടൊപ്പം പഠിച്ച ഒരു സഹോദരന്റെ മാതാവിന് ക്യാൻസർ രോഗം ബാധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ RCCയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഈ രോഗം വിശേഷം മാറ്റാം. പക്ഷേ 5 ഇഞ്ചക്ഷൻ മാത്രം മതി. 5 ഇഞ്ചക്ഷൻ മാത്രം മതി, ഈ രോഗം മാറും. ഒരു ഇഞ്ചക്ഷന്റെ വില 1 ലക്ഷം. 5 ഇഞ്ചക്ഷന് 5 ലക്ഷം കൊടുത്ത പരിപാടി. നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത് അല്ലാഹുവേ, എനിക്കും എന്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തരല്ലേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അർഹമുർ റഹീമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ബക്കറ്റ് കടന്നു വരുന്നു. പടച്ചറബ്ബേ, ആ ബക്കറ്റിനകത്ത് ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങൾ ഇടാൻ പോകുകയാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള ഒരേ ഒരു നിയ്യത്ത്, പടച്ചറബ്ബേ, പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ
മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം ബാധിച്ചിട്ട് മെഡിക്കൽ കോളേജിന്റെ RCCയുടെ വരാന്തകളിൽ ശരീരത്തിന്റെ വേദന സഹിക്കാതെ നിലവിളിക്കുന്ന ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പടച്ചറപ്പേ അല്ലാഹുവേ, തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, കുടുംബക്കാര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, പടച്ചറപ്പേ ഈ കൊടുക്കുന്ന സ്വതക്കയുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ ആ രോഗത്തിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനേ. മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് താമീം പറയാ. ഇതിനപ്പുറം വേറെ ഒരു ഭാഗ്യം നമുക്കില്ല. ഇൽമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ അറബി കോളേജിന്റെ ചാരത്തിൽ നിന്നിട്ടാണ് അല്ലാഹുവിനോട് ചോദിച്ചത്. അതുകൊണ്ട് കൊടുക്കുന്നത് എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊടുത്തു. പരിപാടിക്ക് വേണ്ടി ചിലവൊക്കെ ഉണ്ട്. അവരെ നിങ്ങൾ തളർത്താൻ പാടില്ല. അടുത്ത വർഷം ഇതിനേക്കാളും ആർജവത്തോടെ അവർ ഈ പരിപാടിയുടെ സംഘടിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുന്നതാണ് അവരുടെ സന്തോഷം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, 1000 ആയത്തോതി പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ആ സൂറത്ത് ഓതിയാൽ 1000 ആയത്തോതി പ്രതിഫലം. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഉമറേ, മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന, പേടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരായത്ത് സൂറത്തിന്റെ അവസാനത്തിലുണ്ട്. ഉമറേ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവനും പടച്ചറപ്പ് നാള് ആഖിറത്തിൽ നിങ്ങളോട് ചോദിക്കുന്നതാ. അതിന് മറുപടി കൊടുക്കാതെ മുസ്ലിമേ അല്ലാഹുവിന്റെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരേ ഒരായത്തുള്ള കാരണത്താൽ ഈ സൂറത്തിന് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവനും ചോദിക്കും. മറുപടി കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സദസ്സിൽ നിന്നൊരു പാവപ്പെട്ട സ്വഹാബി എഴുന്നേറ്റു. എന്തിനാ? നമ്മളൊക്കെ ന്യായം പറയുന്നത് പോലെ ന്യായം പറയും. പാവപ്പെട്ടൊരു സഹാബി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നജൗതു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ രക്ഷപ്പെട്ടു നബിയേ, രക്ഷപ്പെട്ടു നബിയേ. നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ അല്ലാഹു എന്നോട് ഒന്നും ചോദിക്കില്ലല്ലോ നബിയേ. നേരെ എന്നെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞു വിടുമല്ലോ നബിയേ. കാരണം എന്തെന്നറിയോ? ലോ ബിർഹമുൻ വലാ ബീനാ, കയറി കിടക്കാനൊരു കിടപ്പാടം പടച്ചറപ്പ് ഇതുവരെ തന്നിട്ടില്ല നബിയേ. എത്രയോ ദിവസമായി പട്ടിണി കിടക്കുകയാ. ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ചു കഴിക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പിനൊക്കെ തന്നില്ലല്ലോ നബിയേ. എത്രയോ മാസമായി നാം ധരിച്ചു കൊണ്ടുവരുന്ന ഈ കീറിപ്പറഞ്ഞ വസ്ത്രം പോലും മാറ്റിയെടുക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പിനൊക്കെ തന്നില്ലല്ലോ നബിയേ. അതുകൊണ്ട് അല്ലാഹു ആഖിറത്തിൽ എന്നോട് ഒന്നും ചോദിക്കില്ലല്ലോ നബിയേ. പാവപ്പെട്ടൊരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നജൗതു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ കാരണം അല്ലാഹു വീടും തന്നില്ല, വാഹനം തന്നില്ല, വസ്തു തന്നില്ല, സമ്പത്തും തന്നില്ല, ദിർഹവും തന്നില്ല, ദീനാറും തന്നില്ല. എന്നെ നേരെ അങ്ങ് സ്വർഗ്ഗത്തിലോട്ട് പറഞ്ഞു. ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, നിന്നോടും അല്ലാഹു ഒരു 3 അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കും. 3 അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കും. അതിന് മറുപടി കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. ഈ പറയാവുന്ന 3 അനുഗ്രഹങ്ങളാണെന്ന് പോലും ഇതുവരെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടില്ല. ഈ പറയാൻ പറഞ്ഞ 3 അനുഗ്രഹങ്ങളാണെന്ന് പോലും ഇതുവരെ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടില്ല.
അല്ലാഹുവിന്റെ റസൂലിനോട് ആ പാവപ്പെട്ട സ്വഹാബി ചോദിച്ചു, വമാ ഹാദിഹി നിഅമത്തു യാ റസൂലല്ലാഹ്, നബിയേ എന്നോട് പോലും പടച്ചറപ്പ് ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമേതാ? സൂര്യന്റെ താപമേറ്റിട്ട് നിന്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നുമ്പോ, നിന്റെ ശരീരത്തിന് വല്ലാത്ത പളർച്ച തോന്നുമ്പോ, ആ ക്ഷീണം മാറ്റാ, ആ പളർച്ച മാറ്റാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളായ മരച്ചുവട്ടിലേക്ക് നീയൊന്ന് കയറി നിന്നാൽ, ആ തണല് നീയൊന്ന് ആസ്വദിച്ചാ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ആ അനുഗ്രഹത്തെ കുറിച്ച് പോലും പടച്ചറപ്പ് നാളെ ആഖിറത്തിൽ നമ്മളോട് ചോദിക്കുന്നതാ. ഒന്നാമത്തെ അനുഗ്രഹം ഏതാ? അല്ലാഹുവിന്റെ തണൽ. എവിടെ വെച്ചെങ്കിലും നമ്മൾ തണൽ ആസ്വദിച്ചിട്ടുണ്ടോ അത് പടച്ചറപ്പ് തന്നതാണ്. മറുപടി കൊടുത്തേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമ്മളെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. അങ്ങനെ പറയും അല്ലാഹുവിന്റെ തണൽ. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയാം, അല്ലാഹു തന്ന ആരോഗ്യം. തണലിനെ കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുന്നത് പിന്നെ ബാക്കിയുള്ളതെന്ന് അറിയിക്കും. 25ന്റെ ചുറുചുറുപ്പുമായി നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം, എനിക്ക് ഇപ്പോഴൊന്നും പള്ളിക്കകത്ത് കയറണ്ട. കാരണം എനിക്ക് വലിയ സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ചുറുചുറുപ്പുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം വയനാട് ജില്ലയുടെ മൈലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിനീതൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു സഹോദരൻ 25 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ വന്നിട്ട് കൈപിടിച്ചിട്ട് കണ്ണീരോടെ പറയണം, ഉസ്താദേ ഞാൻ പറഞ്ഞു, ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, പൊന്നുമോനെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വയനാടിന്റെ ചുരങ്ങള് കടന്ന് ഞാൻ ഇവിടേക്ക് വന്നതെന്തിനെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലേ, ദുആ ചെയ്യാനല്ലേ. എന്തിനാടാ കരയുന്നത്? എന്തിനാ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്ന, ഉസ്താദേ ഞാൻ ബാംഗ്ലൂരിൽ ഉയർന്ന കമ്പനിയിൽ ഉയർന്ന ജോലി ചെയ്യുന്നവനായിരുന്നു. മാസം തോറും ഏകദേശം 90,000 രൂപ എനിക്ക് ശമ്പളമായി കിട്ടും ഉസ്താദേ. സന്തോഷത്തോടെ ആനന്ദത്തോടെ സുഖത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം എനിക്കൊരു തലകറക്കം വന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ എല്ലാ ചെക്കപ്പുകളും ചെയ്ത് അവസാനം ഡോക്ടർ കടന്നു വന്നിട്ട് കണ്ണീരോടെ ഇവിടെ പറഞ്ഞതെന്തെന്നറിയോ? പൊന്നുപോലെ നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ചലനം കൊടുക്കുന്ന 2 കിഡ്നിയില്ലേ പൊന്നുമോനെ, ഫെയിലായടാ, ഫെയിലായടാ. ഇത് തുച്ഛമായ ദിവസമേ ദുനിയാവിന്റെ മറുകയിൽ നിനക്ക് ജീവിക്കാൻ കഴിയും പൊന്നുമോനെ. കടമേരിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹു ആരോഗ്യം തന്നപ്പോ മതി മറന്നിട്ട് ദുനിയാവിന്റെ നിറകയില അഹങ്കാരത്തോടെ ജീവിക്കല്ലേ. കഴിഞ്ഞ 2 ദിവസം മുമ്പല്ലേ പാറക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് ഫഹദ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ഗ്ലാമറുള്ള സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള പൊന്നുപോലെ പടച്ചറപ്പ് കൊണ്ടുപോയില്ലേ? അല്ലാഹുവേ ആ പൊന്നുപോലെ നീ സഹീലിന്റെ കൂലി കൊടുക്കണേ അല്ലോ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായി തിരക്കിയതാ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച്. 5 നേരവും പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് പടച്ചറപ്പിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആ ഫഹദ് എന്ന് പറയുന്ന പൊന്നുപോലെ പടച്ചറപ്പ് കൊണ്ടുപോയില്ലേ? അല്ലാഹുവേ ആ പൊന്നുപോലെ നിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലോ. ആ സഹോദരന്റെ വേർപാടുകൾ വ്യസനിക്കുന്ന മാതാപിതാക്കളെ സ്വീകരിക്കണേ അല്ലാ. മാതാപിതാക്കളെ കുടുംബത്തെ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പടച്ചറപ്പ് ആദ്യമായി നിന്നോട് ചോദിക്കുന്ന അനുഗ്രഹമേതാ? അല്ലാഹുവിന്റെ തണലാ. എവിടെ വെച്ചെങ്കിലും നീ തണൽ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചറപ്പ് ചോദിക്കും. അതിന് മറുപടി കൊടുത്തിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും.
ഇത് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല പാവപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, കാൽപാദത്തിലേക്ക് ഒരു മുള്ളു കയറാതെ കല്ല് കയറാതെ നിന്റെ കാൽപാദങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോകുന്ന രണ്ട് ചെരുപ്പുകളില്ലേ, ഈ ചെരുപ്പിനെ കുറിച്ച് പോലും നാളെ പടച്ചറപ്പ് നാളെ ആഖിറത്ത് നമ്മളോട് ചോദിക്കുന്നതാ. അതിന് മറുപടി കൊടുക്കാതെ മുസ്ലിമേ അല്ലാഹുവിന്റെ ആഖിറത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞു തരികയാ. നമ്മുടെ കാലിൽ ധരിച്ചിരുന്ന രണ്ട് ചെരുപ്പുകൾ. ഇത് പറയുമ്പോൾ സഹോദരന്മാര് മനസ്സുകൊണ്ട് നിർത്താതെ ചെരുപ്പ് എന്റെ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതാണല്ലോ. ഈ പൈസ ഈ പൈസ ഉണ്ടാക്കാനുള്ള ആരോഗ്യം എന്നുള്ളതാരാ? സൂപ്പർ പോലെ ഓളെ ഇരിക്കുന്ന ആളാണ്. ഈ ചെരുപ്പ് നമുക്ക് ഇന്ന് വലിയ അനുഗ്രഹമായിട്ട് തോന്നില്ല. എന്നാണ് അനുഗ്രഹമായിട്ട് തോന്നുന്നത് അറിയും? പരിശുദ്ധമായ റമദാനിന്റെ 30 നോമ്പ് പിടിക്കും. പെരുന്നാളിന്റെ തലേന്ന് ആരെങ്കിലും തന്ന പൈസ കൂട്ടി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട കടയിൽ ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ ഇട്ട് അടിച്ചു കൊടുത്ത് പെരുന്നാളിൽ നിന്ന് വീട്ടുകാരെയൊക്കെ കാണിച്ച് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. ചെരുപ്പ് പുറത്തിടും. പള്ളിക്ക് പേരും പെരുന്നാൾ നിസ്കരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി നോക്കുമ്പോ ഏതോ പഹനാ ചെരുപ്പ്. അന്ന് ഈ ചെരുപ്പ് നമുക്ക് വലിയ ആ ചെരുപ്പിനെ കുറിച്ച് പോലും നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ ചോദ്യമുണ്ട്. മറുപടി കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയും. ഇത് രണ്ടാമത്തെ അനുഗ്രഹമാണെങ്കിൽ മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് പെയ്തു വീഴുന്ന മഴപ്പുള്ളുകൾ ഒരു ഗ്ലാസിനകത്ത് വെള്ളമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ വെള്ളം കുടിച്ച് നീ നിന്റെ ദാഹം മാറ്റിയാ, നീ നിന്റെ ക്ഷീണം മാറ്റിയാ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ആ അനുഗ്രഹത്തെ കുറിച്ച് പോലും പടച്ചറപ്പ് നാളെ ആഖിറത്ത് നമ്മളോട് ചോദിക്കുന്നതാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എത്രത്തോളം സ്തുതികീർത്തനങ്ങൾ പാടിയാലും മതിവരില്ല മുസ്ലിമേ. കാരണം എന്തെന്നറിയോ? ലബനാനിന്റെയും ഫലസ്തീനിന്റെയും ഗാസയുടെയും സിറിയയുടെയും ചെന്നൈയുടെയും പെരുവോരപ്പിൽ ഒരു നേരം ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന എത്രയോ സഹോദരന്മാര് സഹോദരിമാര് പിഞ്ചോമന മക്കള് ദിനംപ്രതി കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാ. ലോകത്ത് ഇതെല്ലാം നടക്കുമ്പോഴും പടച്ചറപ്പ് നമ്മുടെ പീൻപൈസയിലേക്ക് കൊണ്ടുതന്ന ആഹാരത്തിന്റെ വല്ല കയ്യും കണക്കുമുണ്ടോ? ആഹാരം കഴിച്ചിട്ട് പടച്ചറപ്പിനെ മതിമറന്നിട്ട് ദുനിയാവിന്റെ നിറകയിൽ ജീവിക്കുന്നവനെ ജീവിക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ അനുഗ്രഹമേതാ? നീ കുളിച്ച തീർത്ത വെള്ളമാ വെള്ളമാ. മൂന്നാമത്തെ അനുഗ്രഹം നീ കുളിച്ചു തീർത്ത വെള്ളം. വെള്ളം അല്ലാഹുവാണല്ലോ തന്നെ. എത്ര കുടിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ നാളെ അല്ലാഹു ചോദിക്കും. മറുപടി കൊടുത്തിട്ട് രക്ഷപ്പെടാം. അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരും. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പലപ്പോഴും വെള്ളിയാഴ്ച ദിവസവും പല പ്രഭാഷണങ്ങളിലും കേട്ട ഹദീസായി. എന്നാലും സന്ദർഭം വെച്ചാൽ ഈ സമയത്ത് ഹദീസ് പറയണം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസായി. എന്നാലും പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറയാം. അല്ലാഹുവിന്റെ റസൂൽ നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാ? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാ? ഒരു വിദേശിയെ പോലെ. ഈ കടമേരിയുടെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോയ ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്.
അള്ളാഹു നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു അവരെ കാക്കട്ടെ. കാരണം അവരുടെ സമ്പത്തിന്റെ ഒഴുക്ക് കേരളത്തിലേക്കൊന്ന് കുറഞ്ഞു പോയാൽ ഈ കേരളത്തിന്റെ പല അറബി കോളേജുകളും പള്ളികളും അടച്ചിടേണ്ട ഗതി. കാരണം അവരുടെ സമ്പത്തിലാണല്ലോ ഇന്ന് പലതും വന്നു പോകുന്നത്. അള്ളാഹു അവരെയൊക്കെ പൂർണ്ണമായിട്ട് സ്വീകരിക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും അള്ളാഹു ഉയർച്ചു. നമ്മൾ ഗൾഫിലേക്ക് പോയാൽ, പ്രവാസ ലോകത്തേക്ക് പോയാൽ നമ്മൾ ആരാണ്? വിദേശിയാണോ സ്വദേശിയാണോ? വിദേശിയാണോ സ്വദേശിയാണോ? എന്നായാലും കടമേരിയുടെ ഭാഗത്ത് നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിലൊരു കുടുംബമുണ്ട്, നമ്മളെയും കാത്തു. എന്നായാലും മടങ്ങി വരേണ്ട ഒരു വിദേശിയാണ്. അതുപോലെ ആഖിറമാകുന്ന സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി പോകേണ്ട വിദേശിയെ പോലെ ദുനിയാവിൽ ജീവിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാ? അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. എവിടെ നിന്നോ യാത്ര വന്ന നീ പിരിച്ച് നിന്റെ നാട്ടിലേക്ക് മടങ്ങി പോകാൻ ബസ് സ്റ്റോപ്പിന്റെ അകത്ത് ബസ്സും കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. അവസാനം നിന്നെ കൊണ്ടുപോകാൻ ഒരു വാഹനം നിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതാ. അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ദുനിയാവിൽ ജീവിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവാസനത്തിന് വന്ന് ഞാനൊരു യാത്രക്കാരൻ തിരിച്ചെന്റെ തിരുവനന്തപുരം ജില്ലയിലേക്ക് എനിക്ക് പോകണം. അതുപോലെ സ്വന്തം നാടാകുന്ന ആഖിറത്തിലേക്ക് മടങ്ങി പോകേണ്ട ഒരു യാത്രക്കാരനാണ് ഞാൻ. അവസാനം നമ്മളെ കൊണ്ടുപോകാൻ ഒരു വാഹനം. ഏത് വാഹനം? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയോമേറ്റി ഒരു ദിനമുണ്ടോരോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വരെ യാത്ര പോയ നമ്മൾ പിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കടന്നു പോകാൻ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോ തന്റെ പൊന്നുമക്കൾ ഓടി വന്നിട്ട് ഉപ്പച്ചിയോട് പറയുന്നു, ഉപ്പാ പോവല്ലേ ഉപ്പാ, പോവല്ലേ ഉപ്പാ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ സ്നേഹം കെട്ടിയിട്ട് എനിക്ക് മതി വന്നിട്ടില്ല. പൊന്നുമക്കളെ മാറോട് ചേർത്ത് വെച്ചിട്ട് അവരുടെ നെറ്റിപ്പടപ്പിലൊരു ചുടുചുമ്മനം കൊടുത്തിട്ട് നീ പറയുന്നത് എന്താ? പൊന്നുമോനെ കരയല്ലടാ, പൊന്നുമോളെ കരയല്ലേ, നിന്റെ ഉപ്പച്ചി പോയിട്ട് വരട്ടെ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ നീ യാത്ര തിരിക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പ്രിയതമ പൊട്ടിക്കരയുകയാ. ആ സമയത്ത് അവളെ മാറോട് ചേർത്ത് വെച്ചിട്ട് അവളുടെ കവിൾത്തടപ്പിലൊരു ചുടുചുമ്മനം കൊടുത്തിട്ട് നീ പറയുന്നത് എന്താ? പൊന്നുമോളെ കരയല്ലേ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ എന്റെ മുസ്ലിമേ, നീ ഒരു ദിവസം ഒരു യാത്ര പോകാൻ പോകുകയാ. ആ യാത്രക്ക് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന വാഹനമേതാ? നിന്റെ പള്ളിയുടെ മൂലയിലിരിക്കുന്ന സന്തോഷാകുന്ന വാഹനമില്ലേ? അതെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വാഹനത്തിനകത്ത് പുതുമണവാട്ടിയെ പോലെ പുതുമണവാളനെ പോലെ പുതിയ ഡ്രസ് ധരിപ്പിച്ചിട്ട് നമ്മളെ എടുത്ത് വെക്കുകയാ. മൂന്നുകൊണ്ട് കഫൻ കുടവയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് നമ്മളെ എടുത്ത് വെക്കുകയാ. എന്നിട്ട് നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവെക്കാ പ്രിയപ്പെട്ട കുടുംബക്കാര് കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് ചില മയ്യത്തുകളെ വിളിച്ച് പറയുക, ഖത്തിമൂനി ഖത്തിമൂനി ഖത്തിമൂനി, എന്നെ എന്ന് പെട്ടെന്ന് കൊണ്ടുപോ, എന്നെ എന്ന് പെട്ടെന്ന് കൊണ്ടുപോ, എന്നെ എന്ന് പെട്ടെന്ന് കൊണ്ടുപോ. അല്ലാഹുവിന്റെ ആഖിറം എനിക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം എനിക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെന്നെ സ്വാഗതം പാടി സ്വീകരിക്കാൻ കാത്തു
കാത്തു നിൽക്കുകയാ. അതുകൊണ്ട് എന്ത് പെട്ടെന്ന് കൊണ്ടുപോകാ ചില മയ്യത്തുകളെ വിളിച്ചു പറയുകയാ. അല്ലാഹുവേ, കടമേൽ റഹ്മാനിയ അറബി കോളേജിന്റെ സാഗരത്ത് തീരത്ത് പ്രവാചകന്റെ പ്രണയത്തിന്റെ സാഗരം തീർക്കാ ഒരുമിച്ച് കൂടിയ ഞങ്ങളാ സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുമ്പോ സത്യമൂലി എന്ന് പറയുന്ന മയ്യത്താക്കളെ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ചില മയ്യത്തുകളെ വിളിച്ചു പറയും, ചില മയ്യത്തുകളെ വിളിച്ചു പറയും, യാ വൈലത്താ ഐന തദ്ഹബൂൻ ഐന തദ്ഹബൂൻ. എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ? മക്കളെ കൊണ്ടുപോകല്ലേ, കുടുംബക്കാരെ കൊണ്ടുപോകല്ലേ. അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ അദാബുകൾ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കാണുകയാ. അല്ലാഹുവിന്റെ സബാറിയത്തിന്റെ മാലാഖമാരെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കാണുകയാ. അല്ലാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകൾ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കാണുകയാ. അതുകൊണ്ട് പൊന്നുമക്കളെ കൊണ്ടുപോകല്ലേ. കടമേരി റഹ്മാനിയ അറബി കോളേജിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മ, ഇന്നലെ വരെ നീ നൊന്ത് പ്രസവിച്ച മകനെ നീ വിളിച്ചിരുന്നപ്പോ അവന് കേട്ടിരുന്നു ഉമ്മ. സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് അവസാനത്തെ നിലവിളി വിളിക്കുമ്പോ അവന് കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മലക്കുകൾ മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ചാരത്ത് അടുത്ത് വരും. ആ മലക്കുകളുടെ കാഴ്ച അല്ലാഹു എടുത്തു കളയുകയാ. ഓ, മലക്കുകളുടെ കേൾവി ശക്തി അല്ലാഹു എടുത്തു കളയുക. കാരണമെന്തേ? ഈ മനുഷ്യന്റെ നിലവിളി കേട്ടിട്ട് ആ മലക്കുകൾക്കെങ്ങാനും കരുണ തോന്നിയാ അവരല്ലാഹുവിനോട് കേളപേശിക്കും, പടച്ചറപ്പേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമെന്ന് മലക്കുകൾ ദുആ ചെയ്യുക. അതുകൊണ്ടാ മലക്കുകളുടെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും അല്ലാഹു എടുത്തു മാറ്റുകയാ. അങ്ങനെ അവസാനം കടന്നു പോകാ. നിന്റെ മുമ്പിലേക്കൊരു വാഹനം കടന്നു വരും മുസ്ലിമേ. ആ വാഹനത്തിനകത്ത് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ കിടന്നിട്ട് ആരാണോ ആഖിറ ലോകത്തേക്ക് പോകുന്നത് അവരാണ് വിജയം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. അവസാനം നമ്മളെ കൊണ്ടുപോകാൻ ഒരു വാഹനം വരും. ആ വാഹനത്തിനകത്ത് പുഞ്ചിരിയോടെ കിടന്നിട്ട് പോണം. നീ ദുനിയാവിലെ യാത്രക്കാരൻ. ഒരു സഹാബി അങ്ങനെ പോയി, പുഞ്ചിരിയോടെ പോയി. ലക്ഷോപലക്ഷം മാലാഖമാരെ ഗഗനലോകത്തിൽ നിന്ന് റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ ആ മയ്യത്തിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തുമായിട്ട് നടന്നു പോകുമ്പോ പ്രവാചകന്റെ കാലിന്റെ തള്ളവിരലിട്ടാണ് നടന്നത്. പ്രവാചകന്റെ കാലിന്റെ തള്ളവിരലിട്ട മയ്യത്തുമായിട്ട് നടന്നുപോയി. പിന്നെയോ ആ മയ്യത്ത് കൊണ്ട് ഖബറിനകത്ത് വെച്ചിട്ട് മണ്ണ് വാരിയിടുമ്പോ പ്രവാചകന്റെ തല പെട്ടെന്ന് മയ്യത്തൊക്കെ അടക്കിയിട്ട് സ്വഹാബത്ത് ഓടി വന്നിട്ട് ജിജ്ഞാസയോടെ ചോദിച്ചു, നബിയെ, പതിവിന് വിപരീതമായി ഞങ്ങൾ പലതും കണ്ടല്ലോ നബി. മയ്യത്തുമായി പോകുന്ന സമയത്ത് അങ്ങയുടെ കാലിന്റെ തള്ളവിരൽ ഊന്നിയിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ നബിയെ, എന്ത് പറ്റിപ്പോയി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലക്ഷോപലക്ഷം റഹ്മത്തിന്റെ മാലാഖമാര് കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്നു, അതുപോലെ തിരിച്ചുപോയി. അപ്പോഴും ഇറങ്ങി വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ അവരുടെ തിരക്ക് കാരണം അവർക്ക് നിൽക്കുന്നതിന് വേണ്ടി ഞാൻ സ്ഥലം കൊടുത്തതാണ്. കാലിന്റെ അടി അവർക്ക് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തു. പിന്നെയോ ആ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഈ തിരക്ക് നമ്മൾ അറിയണം. ഇവിടെ ഈ തിരക്ക് അറിയണം. ഹജ്ജിന് പോയവർക്കറിയാം. അറഫ മൈതാനിയിലോട്ടൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു തിരക്കാണ്. അല്ലാഹു ഈ വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ 702 ഹജ്ജുമ്മമാർ, ഹാജിമാർ, അല്ലാഹു അവർക്ക് ഷഹീദിന്റെ മുന്നിൽ. പിന്നെ ഈ തിരക്കറിയണമെങ്കിൽ ഇവിടെ പോകണം. പള്ളിയിലെ നിക്കാഹൊക്കെ കഴിഞ്ഞു. ഇവിടത്തെ അവസ്ഥ നമ്മുടെ അവിടത്തേക്ക് അവസ്ഥ. ഓഡിറ്റോറിയത്തിൽ ആഹാരം വിളമ്പി എന്നിട്ട് ഗേറ്റ് ഇങ്ങനെ അടച്ചു വെച്ചു. അതിന്റെ ഫ്രണ്ടിൽ എല്ലാവരും കൂടെ പോയതൊരു നിൽപ്പുണ്ട്. ആഹാരം എല്ലാം വിളമ്പിട്ട് ഗേറ്റ് അങ്ങോട്ട് തുറക്കുന്ന ആൾക്കാരൊക്കെ അന്തരീക്ഷത്തിലൂടെ ഏറ്റ പോകാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തുമായിട്ട് പോകുമ്പോ കാറിന്റെ തള്ളവിരലും അത്രത്തോളം തിരക്കായിരുന്നു മലക്കുകൾ. പിന്നെ ആ മയ്യത്ത് കൊണ്ട് ഖബറിനകത്ത് വെച്ചിട്ട് മണ്ണ് വാരിയിടുമ്പോ പ്രവാചകന്റെ തല പെട്ടെന്ന് തിരിച്ചു. സ്വർഗത്തിന്റെ ഹുറാനികൾ കടന്നു വന്നിട്ട് ഖബർ അടക്കുന്നതിന് മുമ്പേ മത്സരിക്കുകയാണ്. ഇതെന്റെ പുതിയാപ്പിള, ഇതെന്റെ പുതുമാരൻ എന്ന് പറഞ്ഞിട്ട് അടിപിടി കൂടുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ സ്ത്രീകളുടെ നഗ്നത കണ്ണുകൊണ്ട് പെട്ടെന്ന് ആ മയ്യത്ത് ചെയ്ത നന്മ എന്താ?
മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കണ്ണീരോടെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഅദേ കരയുന്നതെന്തിനാ? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, നബിയേ, വിവാഹം കഴിച്ചവർക്ക് നാളെ ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചങ്ങ് പ്രസംഗിച്ചല്ലോ നബിയേ. ആ പ്രസംഗം എന്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു നബിയേ. അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാ, ഒരു കല്യാണം കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. എന്നാൽ ഞാൻ കറുത്തവനാണല്ലോ, വിരൂപനാണല്ലോ, പാവപ്പെട്ടവനാണല്ലോ, എനിക്കാരാ പെണ്ണ് തരുന്നത് നബിയേ? അതോർത്തിട്ടാ പൊട്ടിക്കരയുന്നതെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഅദിന്റെ കരം കവർന്നിട്ട് പറഞ്ഞതെന്താ? സഅദേ, വിഷമിക്കണ്ട സഅദേ, സങ്കടപ്പെടണ്ട സഅദേ, നിനക്ക് ഞാൻ തരാൻ പോകുന്ന പെണ്ണേതെന്നറിയോ? നിനക്ക് ഞാൻ തരാൻ പോകുന്ന പെണ്ണേതെന്നറിയോ? ഈ മക്കയിലുള്ള ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളെയാ. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന, ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്ന സൗന്ദര്യത്തിന്റെ മാതകറാണിയാ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് സഅദേ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പെണ്ണ് കാണാൻ കടന്നുപോയി. പെണ്ണിനെയെല്ലാം കണ്ടിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിനൊരു സന്തോഷമില്ല. ആ സമയത്ത് പ്രവാചകൻ ചോദിച്ചു, സഅദേ, പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലയോ സഅദേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, നബിയേ, പെണ്ണിനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നബിയേ. എന്നാ നാളെ എന്റെ കല്യാണമാണല്ലോ. ഓ, കല്യാണത്തിന്റെ മർമ്മപ്രധാനമായ മഹർ കൊടുക്കാം എന്റെ കയ്യിൽ പൈസ ഇല്ല നബിയേ. പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം എന്റെ കയ്യിൽ പൈസ ഇല്ല നബിയേ. ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, നാളെ എന്റെ കല്യാണമാണ്, പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, മഹർ കൊടുക്കാൻ പൈസ ഇല്ല. നമ്മുടെ അവസ്ഥ കല്യാണത്തിന്റെ പള്ളിക്കകത്ത് പുതുമാപ്പിള വന്നിരിക്കും. അപ്പൊ പള്ളിയിൽ ഇമാമ് ചോദിക്കും, മഹർ ചോദിക്കുമ്പോ പുതിയ ആപ്പിള സൈക്കിളിൽ നിന്നുള്ളൊരു തിരിയുണ്ട്, കാരണം മഹർ എന്താണെന്ന് അടുത്തിരിക്കുന്ന വാപ്പാരോട് ചോദിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും അടയ്ക്കും. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഉസ്താദന്മാര് പുതിയ പെണ്ണിന്റെ വാപ്പയുടെയൊക്കെ കൈ പിടിച്ചിട്ട് സീക പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദന്മാർ മസിൽ പിടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവര് പറയുന്ന തിരിച്ചു. ഒരു സ്ഥലത്ത് ഒരു പയ്യന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ് കബിൽ ടു എന്ന് പറഞ്ഞപ്പോ അവൻ ഡബിൾ ടു എന്ന് പറഞ്ഞു. നമുക്കൊന്നും അറിയണ്ടല്ലോ, ഇസ്ലാമിന് അകത്തുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ പുറത്തു, ഇസ്ലാമിന് പുറത്തുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ പുറത്തു. കല്യാണം കഴിഞ്ഞിട്ട് പുതിയ ആപ്പിളയും പുതിയ ഒന്നും വീട്ടിലോട്ട് വരുമ്പോ JCBയുടെ തുമ്പിക്കൈയിൽ എടുത്തണോ, അതിന്റെ കല്ലിനൊട്ടുകൊണ്ട് ചെറുക്കനെ റോട്ടിൽ കൂടെ നടത്തണോ, പൊളിഞ്ഞ് ജീപ്പെടുത്തിട്ട് വാടക കിട്ടിയിട്ട് അതിനകത്തിനകത്ത് പോകണം, ഇതൊക്കെ നമ്മൾ മുമ്പന്തിയിലാണ്. ഇസ്ലാം പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ പുറകോട്ടും, ഇസ്ലാമിന് പുറത്തുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ മുമ്പന്തിയും. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നാളെ എന്റെ കല്യാണമാണ്, പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, മഹർ കൊടുക്കാൻ പൈസ ഇല്ല, ഞാൻ പാവപ്പെട്ട. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിന് സഅദ് വിഷമിക്കണം? അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മക്ക മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു എന്തുണ്ടെങ്കിലും പ്രവാചകൻ പറഞ്ഞുകൊണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു വിഷമിക്കുന്നതിന് ഉസ്മാൻ ഉണ്ടല്ലോ, പോയിട്ട് പറ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാനിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ, നാളെ എന്റെ കല്യാണമാ, പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, മഹർ കൊടുക്കാൻ പൈസ ഇല്ല, ഉസ്മാനേ, എന്തെങ്കിലും തരുമോ? ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മതിവരുവോളം സമ്പത്ത് വെച്ചു കൊടുത്തു. ആ പൈസയുമായിട്ട് പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങാൻ കടന്നു പോകുമ്പോ
സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കരണപുടപ്പിലേക്ക് ഒരു വാർത്ത കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പടപൊരുതാൻ പോയിരിക്കുകയാ. നാളത്തെ കല്യാണത്തിന്റെ സുദിനം മറക്കുകയാ. സൗന്ദര്യമുള്ള പെണ്ണിനെ മറന്നു പോകുകയാ. ഈ കടമേറിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, നിന്റെ മനസാന്തരത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന സിനിമാതറന്മാരെ പുറത്തേക്ക് പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് മനസ്സിനകത്ത് കൊണ്ടുവെക്കേണ്ട നടനാരെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. കാരണമെന്തേ? കല്യാണത്തിന്റെ തലേന്ന് ഗ്ലാമറുള്ള സൗന്ദര്യമുള്ള പെണ്ണിനെ മറന്നുപോയി. എന്നാലോ നമ്മുടെ അവസ്ഥ എന്താ? ഇന്നലെ കണ്ട പെണ്ണിന്റെ പുഞ്ചിരിക്ക് മുമ്പിൽ മാതാവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിയുന്നവനെ, പിതാവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിയുന്നവനെ, എന്റെ പ്രിയമുള്ളവരെ, കേരളത്തിലെന്ന് വപിച്ചിട്ടുള്ള ഏറ്റവും വലിയ അധപ്പതനമേതാ? ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനമേതാ? മുമ്പ് പ്രസവിച്ച എല്ലാ സുഖങ്ങളും കൊടുപ്പ്, സൗകര്യങ്ങളും കൊടുപ്പ്, പറയുന്നത് മുഴുവനും വാങ്ങിച്ചു കൊടുപ്പ്, ഏത് മോളെ ഡ്രസ് പറഞ്ഞാലും അത് മുഴുവനും വാങ്ങിച്ചു കൊടുപ്പ് വളർത്തിക്കൊണ്ടുവന്ന പൊന്നു പെൺമക്കള് കല്യാണത്തിന്റെ പലേന്ന് മക്കൾ മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ഇന്നലെ കണ്ട ഹൈന്ദവന്റെ പുഞ്ചിരിക്ക് മുമ്പിൽ എല്ലാം മറന്നിട്ട് ഒളിച്ചോടുന്ന എത്രയോ മക്കള്, തട്ടമിട്ട മക്കള് വളർന്നു വരുന്ന കേരളമല്ലേ? കണ്ണൂർ ജില്ലയിലാകട്ടെ, കോഴിക്കോടാകട്ടെ, മലപ്പുറത്താകട്ടെ, കാസർഗോഡാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, കൊല്ലത്താകട്ടെ, നമ്മുടെ സമുദായത്തിന്റെ പെൺമക്കളെ കല്യാണത്തിന്റെ പലേന്ന് ഹൈന്ദവനോടൊപ്പം ഒളിച്ചോടുന്ന എത്രയോ വാർത്തകളാ ദിനംപ്രതി കേൾക്കുന്നേ. കടമേറിയുടെ ഭാഗത്ത് ഒരുമിച്ച് ഓടിയ പിതാക്കന്മാരെ എന്തുറപ്പുണ്ട്, മാതാക്കന്മാരെ എന്തുറപ്പുണ്ട്? കല്യാണത്തിന്റെ പലേന്ന് നമ്മുടെ മക്കളും പോകില്ല എന്നെന്തുറപ്പുണ്ട് മുസ്ലിമേ? അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ പെൺമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ തമ്പുരാനെ. സഅദ് റളിയല്ലാഹു അൻഹു പുതുപെണ്ണിന് പുതുജോടി വസ്ത്രം വാങ്ങാനുള്ള പൈസ എടുത്തിട്ടൊരു മുഖം മൂടി വാങ്ങുകയാ. ആ മുഖം മൂടിയും ധരിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഈറ്റപ്പുലിയെ പോലെ ചീറിപ്പായുകയാ. സപ്രസൈനത്തിന്റെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരീന പോലെ പാറിപ്പറപ്പിച്ച് വിജയത്തിന്റെ രണവേലി മുഴക്കിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, സപ്രസൈനത്തിന്റെ വെട്ടേറ്റ് സഅദ് റളിയല്ലാഹു അൻഹു ശഹീദാകുകയാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാളത്തെ പുതുമണവാളൻ ശഹീദായിരിക്കുന്നു. ആദ്യരാത്രിയുടെ സ്വപ്നങ്ങൾ മനസ്സിനകത്ത് കൊണ്ടുവന്ന പുതുമണവാളൻ ശഹീദായിരിക്കുന്നു. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എല്ലാ മയ്യത്തുകളെയും തിരിച്ചറിഞ്ഞു. പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് സഹാബത്ത് പറയുന്നു, നബിയേ, രണാങ്കണത്തിന്റെ മൂലയിൽ ഞങ്ങളൊരു മയ്യത്ത് കണ്ട് നബിയേ. ണാങ്കണത്തിന്റെ മൂലയിൽ ഞങ്ങളൊരു മയ്യത്ത് കണ്ട് നബിയേ. ആ മയ്യത്ത് മുഖം മൂടി ധരിച്ചിരിക്കുന്ന നബിയേ. ആ മയ്യത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നബിയേ. ആ മയ്യത്തിന്റെ ഓരോ അവയവങ്ങളും ഛേദിക്കപ്പെട്ടിരിക്കുന്ന നബിയേ. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നിട്ട് ആ മുഖം മൂടി മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നലെ വരെ എന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ സഅദാണല്ലോ അല്ലാഹ്. കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ എന്റെ മുമ്പിൽ വന്ന സഅദാണല്ലോ അല്ലാഹ്. ആ സഅദിന്റെ മയ്യത്തുമായി അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഗഗനലോകത്ത് നിന്ന് റഹ്മത്തിന്റെ മാലാഖമാര് കൂട്ടം കൂട്ടമായി കടന്നു വരികയാ. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ പറഞ്ഞു കൊടുത്ത സന്തോഷ വാർത്ത എന്തെന്നറിയോ? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. സഅദേ, വിഷമിക്കണ്ട സഅദേ. ഓരോ അവയവങ്ങളും ദീനിന് വേണ്ടി ഛേദിക്കപ്പെട്ടത് കൊണ്ട് കുഴപ്പമില്ല സഅദേ, വിഷമിക്കണ്ട സഅദേ. വഅബ്ശിറൂ ബിൽ ജന്നാ, വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗ്ഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ
കാണാനാ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് റഹ്മത്തിന്റെ മാലാഖമാര് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കർണപുടത്തിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ട് ഖബറിനകത്ത് വെച്ചിട്ട് പ്രവാചകൻ മണ്ണ് വാരിയിടുമ്പോ ആ മയ്യത്തിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ കടന്നു വന്നതാരാ? സ്വർഗത്തിന്റെ ഹൂറാനികളാ, സ്വർഗത്തിന്റെ ഹൂറാനികളാ. എങ്ങനെയുള്ള ഹൂറാനികളെന്നറിയോ? അവർക്കുള്ള മുമ്പല്ലിന്റെ നെങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുന്നുണ്ടേ. റസൂല് പറയുന്ന സ്വർഗ സ്ത്രീകളുടെ പല്ലിന്റെ പ്രകാശമങ്ങാനം ഈ ദുനിയാവിന്റെ നെറുകയിലൊന്ന് തട്ടിപ്പോയാ പിന്നെ ദുനിയാവ് സൂര്യനുദിക്കണ്ട, സൂര്യനുദിക്കണ്ട. അപ്രപ്പോളം സൗന്ദര്യമുള്ള സൗന്ദര്യത്തിന്റെ മാതകരാളിമാര് കടന്നു വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു എന്റെ പുതുമണവാളനാ, സഅദ് റളിയല്ലാഹു അൻഹു എന്റെ പുതിയ ആപ്പളയാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിന്റെ ഹൂറാനികളെ തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പോയതെങ്ങനെയല്ലേ? ശംസുൽ-ഉലമാ ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് പോയതെങ്ങനെയാ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കൂട്ടം കൂട്ടമായി കടന്നു വന്നിട്ട് അവരുടെ കാതിൽ പറഞ്ഞു കൊടുത്ത സന്തോഷ വാർത്ത എന്തെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതുപോലത്തെ കടമേറിയ റഹ്മാനിയ അറബി കോളേജിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഓടിവന്ന് പ്രവർത്തിക്കാൻ ദീപശിഖ കയ്യിലേക്ക് കൊണ്ടുകൊടുപ്പതാരാ? സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവേ, ഇതിനു വേണ്ടി ഓടിവന്ന് പ്രവർത്തിക്കുന്ന കോട്ടുമല ബാപ്പു ഉസ്താദിനെ സ്വീകരിക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ സമസ്തയ്ക്ക് വേണ്ടി നേതൃത്വം തരുന്ന ചെറുശ്ശേരി ഉസ്താദ് രോഗത്തിനാട് പടച്ചറപ്പേ. ഓ മഹാനുഭാവന്റെ രോഗത്തിന് ശിവ കൊടുക്കണേ അല്ലാ, ശിവ കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനേ. അവരൊക്കെ കേട്ടിട്ട് പോയത് വഅബ്ശിറൂ ബിൽ ജന്ന. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വന്നിട്ട് അവരുടെ കാതിൽ പറഞ്ഞു കൊടുത്തത് അതാണ്. അത് കേൾക്കാനുള്ള ഭാഗ്യം ഇവിടെ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട പാപികളായ നമ്മൾക്കും പടച്ചറപ്പ് തന്നനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് എങ്ങനെ? ഒരു യാത്രക്കാരനെ പോലെയാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. നമ്മളിൽ എത്ര പേരുണ്ട്? കബറ് കാണുമ്പോൾ എന്ത് പറയാനാ പ്രവാചകൻ പഠിപ്പിച്ചെന്ന്? എന്ത് പറയണോ? അസ്സലാമു അലൈക്കും യാ ദാറഖൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിന്റെ അർത്ഥം എന്താ? വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എത്രയും പെട്ടെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നുണ്ട്. നിന്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. അല്ലാഹുവിന്റെ ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ ശത്രു ആരാ? തഖ്വയോടെ ജീവിക്കുമ്പോൾ ആ തഖ്വയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒന്നാമത്തെ ശത്രു ദുനിയാവ്. 1.25 മണിക്കൂർ ദുനിയാവ് മാത്രമേ പറഞ്ഞു. ഇനിയുണ്ട് 3 ശത്രുക്കൾ, ഇനിയുണ്ട് 4 ഉപദേശങ്ങൾ. ഇൻഷാ അല്ലാഹ് പറയുന്ന അവിടെ നമ്മൾ പറയും. 9ഉം 10ഉം ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ 9-ാം തീയതി 10-ാം തീയതി പാറക്കടവ് പരിസരത്ത് വരുന്നുണ്ട്. പരലോകത്തിലെ പരാജിതർ, അതാണ് നമ്മുടെ വിഷയം. 2 ദിവസത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് അവിടെ ഉള്ളവർ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഇൻഷാ അല്ലാഹ് വരാം. സഹോദരിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വർണ്ണം കിട്ടില്ല, ഏതെങ്കിലും ഒരു സഹോദരൻ ഈ പരിപാടിക്ക് വേണ്ടി ഈ പറയാൻ പോകുന്ന ചരിത്രം കേട്ടിട്ട് തന്നാണ്. മക്കയിലെ ഏറ്റവും വലിയൊരു കോടീശ്വരി ആ കോടീശ്വരി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ശരീരം മുഴുവനും സ്വർണ്ണ വിഭൂഷിതയായിട്ടാണ് കടന്നത്. സ്വർണ്ണം മുഴുവനും ധരിച്ചിരുന്നു, ശരീരം മുഴുവൻ. അവസാനം ആ കോടീശ്വരി ലോകത്തോട് വിട പറഞ്ഞപ്പോ 3 തുണ്ട് കഫൻ പടവ് പോലും വാങ്ങിക്കാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എങ്ങനെയാ? ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ധരിച്ചു. പോയതെങ്ങനെയാ? 3 തുണ്ട് കഫൻ പടവ് പോലും വാങ്ങിക്കാൻ പൈസയില്ല. ആരാ മക്കയുടെ കോടീശ്വരി? ആരാ മക്കയുടെ കോടീശ്വരി? ആരാ? വർണ്ണപ്പെളി ഒളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിന് സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ.
ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാമി കഴിക്കാനായി കാത്ത് ഖദീജ റളിയല്ലാഹു ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാമി കഴിക്കാനായി കാത്ത് ഖദീജ റളിയല്ലാഹു കണ്ണിൽ എണ്ണയൊഴിച്ച് കാലെ കോട്ടി നോക്കിയിരുന്ന് നോക്കി കണ്ണ് കുടച്ച് ഉടഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹിറാ ഗുഹയുടെ അകത്തളപ്പിലേക്ക് കടന്നു പോകുമ്പോ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്തുമായി വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ഹിറാ ഗുഹയുടെ അകത്തളപ്പിലേക്ക് പറന്നിറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുപ്പതെന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയേ ഓത് നബിയേ ഓത് നബിയേ അങ്ങയെ പടച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ നാമത്തിലങ്ങ് ഓത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജിബ്രീലേ എനിക്ക് ഓതാൻ അറിയില്ല ജിബ്രീലേ ഓതാൻ അറിയില്ല ജിബ്രീലേ. ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓടുകയാ. ഖദീജ എന്റെ ശരീരം വിറക്കുന്നു ഖദീജ, എനിക്ക് വല്ലാത്ത പനി പിടിക്കുന്നു ഖദീജ, എന്റെ ശരീരം വല്ലാതെ തളരുന്നു ഖദീജ. ഓ സമയപ്പര് ഭാര്യയുടെ സ്നേഹം മുഴുവനും മാറിക്കോരി എറിഞ്ഞു കൊടുത്തിട്ട് സ്വന്തം ഭർത്താവാകുന്ന ലോകത്തിന്റെ നായകനെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഖദീജ ബീവി പറഞ്ഞതെന്താ? നബിയേ വിഷമിക്കണ്ട നബിയേ, അങ്ങ് സത്യം പറഞ്ഞവനല്ലേ, അങ്ങ് പാവപ്പെട്ടവരെ സഹായിച്ചവനല്ലേ, അങ്ങ് കുടുംബബന്ധം ചേർത്തവനല്ലേ, അതുകൊണ്ട് അല്ലാഹു അങ്ങയെ കൈയൊഴിയുള്ള നബിയേ. അങ്ങനെ പ്രവാചകന്റെ സഹധർമ്മിണിയായിട്ട് കടന്നു വന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ പെങ്ങളെ നിന്നെ പോലത്തെ ആഗ്രഹമുണ്ട ഒരു പെണ്ണായിരുന്നു. ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ധരിച്ചിട്ട് മക്കയിലൂടെ സ്വർണ്ണ വിഭൂഷതയായിട്ട് കടന്നു പോയിട്ട് പെണ്ണുങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന പെണ്ണായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോ ആ സ്വർണ്ണാഭരണം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞതെന്താ? നബിയേ അങ്ങയുടെ ദീനിനെ സഹായിക്കു നബിയേ, പാവപ്പെട്ടവരെ സഹായിക്കു നബിയേ എന്ന് പറഞ്ഞ സമ്പത്ത് മുഴുവനും പ്രവാചകന്റെ ദീനിന് കൊടുത്തിട്ട് അവസാനം ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ 3 തുണ്ട് കഫൻ പടവ പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഖദീജ ബീവി കടന്നു പോകുന്ന സ്വർണ്ണകത്തിന്റെ അകത്ത് പെങ്ങളെ പോകണ്ടേ പെങ്ങളെ. അല്ലാഹുവേ ബഹജത്തുൽ ഉലമ എന്ന നാമധേയം കൊടുത്തിട്ട് റഹ്മാനിയുടെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ പ്രവാചകന്റെ പ്രണയത്തിന്റെ സാഗരം തീർക്കാൻ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ ഇവിടെ ഇരുന്നിട്ട് ഏത് പെങ്ങളാണോ സ്വർണ്ണാഭരണം കൊടുക്കുന്നത് ആ പെങ്ങൾക്ക് ഖദീജ ബീവിയുടെ കൈപിടിച്ച് സ്വർഗ്ഗത്തിന്റെ അകത്ത് ആനന്ദ നൃത്തം ചവിട്ടാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള ഖദീജയുടെ വയറ്റിലല്ലേ ആര് വളരൂ? അങ്ങനെയുള്ള ഖദീജയുടെ വയറ്റിലല്ലേ ആര് വളരൂ? സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. പ്രവാചകന്റെ നാവ് കൊണ്ട് പ്രവാചകൻ പറഞ്ഞതെന്താ? ഫാത്തിമ വിഷമിക്കണ്ട ഫാത്തിമ, നീ സ്വർഗ സ്ത്രീകളുടെ നേതാവാണെന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞു പോരാ. ിന്റെ കൈപിടിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു പെണ്ണടിയിൽ നിന്റെ മജ്‌ലിസിലുണ്ടെങ്കിൽ റബ്ബേ സ്വർണ്ണാഭരണം കൊടുക്കുന്നവർക്ക് ആ ഫാത്തിമ ബീവിയുടെയും ഖദീജ ബീവിയുടെയും കൈപിടിച്ചു സ്വർഗ്ഗത്തിനകത്ത് ഓടി നടക്കാ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനേ. സ്വീകരിക്കട്ടെ. ഈ സഹോദരിമാർക്ക് ഒരു ചരിത്രം പറഞ്ഞില്ല എന്ന് വേണ്ട, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തു. സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ ശത്രു, മൂന്നാമത്തെ ശത്രു, നാലാമത്തെ ശത്രു എന്ന് പറയാൻ നേരമില്ല, അത് പറഞ്ഞു. അതുകൊണ്ട് പ്രസംഗം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ദഫൊക്കെ ഉണ്ട്, അതൊക്കെ കാണാറുണ്ട്. ഇനിയിപ്പോ എനിക്കും ആ ദഫൊക്കെ ഒന്ന് കാണണം. ഇവിടെ നിർത്താൻ പോവാ മതിയാ? വേണ്ട, കുറച്ചുകൂടെ പറയാം. ഒരു 10 മണി വരെ പറയാം. 10:15 വരെ പറയണോ 10 മണി വരെ പറയാം? മന്നാനിയിൽ എന്നെ പഠിപ്പിച്ച ബഷീർ ഉസ്താദിന്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അദ്ദേഹം
പറഞ്ഞിട്ടൊന്നും കേട്ടില്ല എന്നുള്ളത്. നാളെ വിളിക്കുന്ന ഉസ്താദിനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ ബഷീർ ഉസ്താദ് എന്ന് പറയാൻ വന്നാനയുടെ സിംഹവും അടുത്ത് നിൽക്കാൻ പറ്റുമോ? അല്ലാത്ത വേണ്ട. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ഇന്ന് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക്. കാരണം അവർ പറഞ്ഞു തന്നതാണല്ലോ ഇത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തണലിലായി കഴിഞ്ഞ് അവരുടെ പൊരുത്തവും നേടി ഈ ദുനിയാവിൽ വിട പറയുവാനുള്ള ഭാഗ്യം നാം ഓരോരുത്തർക്കും പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, തഖ്വയോടെ ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തഖ്വയിൽ നിന്ന് നിന്നെ പെറ്റിച്ച നരകത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടിടാൻ നിന്റെ മുമ്പിലേക്ക് നിഴല് പോലെ കടന്നു വരുന്ന രണ്ടാമത്തെ ശത്രുവാരാ. ഈ രണ്ടാമത്തെ ശത്രുവിന്റെ പണിയപ്പോഴാ തുടങ്ങിയതെന്നറിയോ? രണ്ടാമത്തെ ശത്രുവിന്റെ പണിയപ്പോഴാ തുടങ്ങിയതെന്നറിയോ? കാലാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി. മുസ്ലിമേ, നമ്മുടെ ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമയെയും മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിനകത്ത് താമസിക്കുക അല്ലാഹു അവസരം കൊടുത്തു. എന്നിട്ട് ആദം നബിയോട് പടച്ചറപ്പ് പറയുകയാ, ആദം നബിയേ, സ്വർഗ്ഗത്തിനകത്ത് അങ്ങേക്ക് യഥേഷ്ടം താമസിക്കാം. സ്വർഗ്ഗത്തിനകത്ത് എന്ത് വേണോ ഭക്ഷിക്കാം, എന്ത് വേണോ കൊടുക്കാം. പക്ഷേ വലാ തഖ്റബാ ഹാദിഹി ശജറ, ആ കാണുന്ന വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് പോകല്ലേ ആദമേ. ഓ, വൃക്ഷത്തിൽ നിന്ന് കായ്കനികളെ ഭക്ഷിക്കല്ലേ ആദമേ. ഏത് വൃക്ഷത്തിന്റെ ചാരത്തേക്കാണോ പടച്ചറപ്പ് പോകരുതെന്ന് പറഞ്ഞത്, അതേ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് രണ്ടാമത്തെ ശത്രു കൊണ്ടുപോകുകയാ. ആ വൃക്ഷത്തിൽ നിന്ന് കായ്കനികളെ ഭക്ഷിപ്പിച്ചിട്ട് നമ്മുടെ പിതാവിനെയും മാതാവിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിപ്പിക്കുകയാ. ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ പാടുപെടുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ പണിയെടുക്കുന്നത്? എന്നാൽ ആര് സമ്മതിക്കില്ല? ഖുർആൻ പറയുന്നു, അലമ അഅഹദു ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ. അല്ലയോ ആദമിന്റെ മക്കളെ, മനുഷ്യ മക്കളെ, നിങ്ങൾ ഇബ്ലീസിന്റെ വഴിയെ പോകരുതേ. കാരണം എന്തേ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാ. രണ്ടാമത്തെ ശത്രു ആരാ? നമ്മുടെ പച്ചാപ്പ ഇബ്ലീസ്. എപ്പോഴും കൂടെ ഉള്ള ആളാണ്. ഇവിടെ പുറത്താക്കി നമ്മളെ പിതാവിനെയും മാതാവിനെയും പുറത്താക്കി സ്വർഗത്തിൽ. എവിടേക്ക് നമ്മൾ ശ്രമിക്കുന്നത്? അതേ സ്വർഗത്തിലേക്ക്. ആര് സമ്മതിക്കൂല? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ്. നിങ്ങളെ സ്വർഗത്തിൽ പറഞ്ഞില്ല. കാരണം സ്വർഗത്തിൽ നിന്നാ പുറത്താക്കി. അള്ളാഹു ആ സ്വർഗത്തിലേക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്തിയിട്ട് കടന്നു പോകാൻ നമുക്ക് ഭാഗ്യം. കാലാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ ശപഥം ചെയ്തു, പോവില്ല, കൊണ്ടുപോകില്ല. ഒരിക്കൽ നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ സമൂഹം കടന്നു. ഇവിടെ പറഞ്ഞിട്ട് നിർത്താം. നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ സമൂഹം കടന്നു വന്നിട്ട് പറഞ്ഞു, നേതാവേ, അവർക്കുണ്ട് പാർലമെന്റ്, വൈറ്റ് ഹൗസ്, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രിയൊക്കെ അവർക്കുണ്ട്. ഏറ്റവും വലിയ മന്ത്രിയുടെ നേതാവേ, നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ പ്രിയപ്പെട്ട സമൂഹം കടന്നു വന്നിട്ട് പറയുന്നു, നേതാവേ, وقد بعث نبينا وقد أخرجت أمتنا وهم لا يدخلون النار. നേതാവേ, ഒരു നബി വന്നിരിക്കുന്നു, ആ നബിക്കൊരു സമൂഹവും വന്നിരിക്കുന്നു. അവരുടെ ഗുണമെന്തെന്നറിയോ? വഹും ലാ യദ്ഖുലൂന النار, അവർ നരകത്തിൽ കടക്കൂല. നേതാവേ, നേതാവേ, ഒരു നബി വന്നിരിക്കുന്നു, ആ നബിക്ക് ഒരു സമൂഹം വന്നിരിക്കുന്നു. അവരുടെ ഗുണം അറിയോ? അവര് നരകത്തിൽ പോകില്ല. ഏത് നബിയെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ. ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ. ത്വയ്യിബ പദീന ജീവേ,
ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ അർസിനും കുർസിനും അധിപതിയോടെയുണ്ട് ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ അല്ലാഹുവേ എത്ര പാടിയാലാ മതി വരുന്നത്, എത്ര പ്രസംഗിച്ചാലാ മതി വരുന്നത്, എത്ര പ്രശംസിച്ചാലാ മതി വരുന്നത്. ഇതുപോലെ പാടാ, ഇതുപോലെ പ്രസംഗിക്കാൻ, ഇതുപോലെ പ്രശംസിക്കാ ഒരു പ്രവാചകനെ തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും പടച്ചറപ്പേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ. റഹ്മാനിയ അറബി കോളേജിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയവരെ പ്രവാചകന്റെ പ്രണയത്തിന്റെ സാഗരം തീർക്കാനല്ലേ നമ്മൾ ഇവിടെ വന്ന് സ്വലാപ്പിന് പവർ പോരല്ലോ. ആമിനയുടെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ കൺമണിയേ മുഹമ്മദ് മുസ്തഫ, മക്കയുടെ നിലാവേ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ, ആദർശത്തിന്റെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ. ആ നബിയെ കുറിച്ച് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഏത് സമൂഹം, ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം ഇവരുടെ പോകില്ല, നരകത്തിൽ പോകില്ല. നരകത്തിൽ വരുമല്ലോ അല്ലേ ഇബ്ലീസ്. നമ്മൾ നരകത്തിൽ പോകില്ല എന്ന് കുറച്ച് കാരണങ്ങൾ പറഞ്ഞു. ആ കാരണം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് 9, 10 പാറക്കടലിൽ. അപ്പൊ രണ്ടാമത്തെ ശത്രു ഇബ്ലീസാണ്. ഇനി മൂന്നാമത്തെ ശത്രു ആരാണ്? മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരികയാണ്, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ തഖ്വയോടെ ജീവിക്കണമെന്ന മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തഖ്വയിൽ നിന്ന് തെറ്റിച്ച് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാം. എന്റെ മുമ്പിൽ കടന്നു വരുന്ന മൂന്നാമത്തെ ശത്രു വനഫ്സി, നിന്റെ ശരീരമാ. മൂന്നാമത്തെ ശത്രു ആരാ? എന്റെയും നിങ്ങളുടെയും ശരീരം. ഈ ശരീരം വഴങ്ങൂലല്ലോ. കാരണം സുബഹിക്ക് വാങ്ങുവിളിക്കും, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഏറ്റവും നല്ലത്, ഉറക്കത്തെക്കാളും ഏറ്റവും ഖൈറായത് നമസ്കാരമാണെന്ന് കേൾക്കുമ്പോൾ പുതപ്പിന്റെ തുമ്പം കൊണ്ടിട്ട് ചെവിയുടെ ഇടയിലോട്ട് കയറ്റിട്ടും തുടങ്ങും. ശരീരം ഒപ്പം പറയും, നീക്കുന്ന വലിയ പാടാണ്. ഈ തണുപ്പത്തെ കഴിച്ച് നിങ്ങൾ നടന്നു പോകാൻ വലിയ പാടാണ്. ശരീരം ഇങ്ങനെ നിന്നെ സമ്മതിക്കാതെ നല്ലത് ചെയ്യാൻ നിന്നെ സമ്മതിക്കില്ല. ഇത് മൂന്നാമത്തെ ശത്രുവാണ്. നാലാമത്തെ ശത്രു പറഞ്ഞ് നിർത്താൻ പോവാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നാലാമത്തെ ശത്രുവിടെ പറഞ്ഞു നിർത്തുകയാണ്. നാലാമത്തെ ശത്രു മഹാന്മാർ പറഞ്ഞു തരുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ. ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ആഖിറത്തിന് വേണ്ടി ഈ ശരീരത്തെ മുതൽക്കൂട്ടാക്കുന്നവൻ ആരോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുമ്പോൾ അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ദുനിയാവിൽ വെച്ച് ശരീരം കൊണ്ട് പണിയെടുക്കും. വൽ അഹ്മഖു, ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢികൾ മൻ അത്ബഅ നഫ്സഹു ഹവാ, ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്യും, എന്നിട്ട് അവസാനം സ്വർഗം കൊതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢികളെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. ഈ 4 ശത്രുക്കൾ ആരാണോ പരാജയപ്പെടുത്തിയിട്ട് ദുനിയാവിന്റെ നിറകയിൽ തഖ്വയോടെ ജീവിക്കുന്നത്, അവൻ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരണപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിസ്റ്റ് വല്ല വായിക്കണം. ആ ലിസ്റ്റൂടെ വായിച്ച് ദുആയും കഴിഞ്ഞ് നല്ല നമ്മുടെ കുട്ടികളുടെ ദഫുണ്ട്, അതും കണ്ട് ഇവിടെ ആഹാരം തരുന്നുണ്ട്, ഭക്ഷണം തരുന്നുണ്ട്, അതും വാങ്ങിച്ച് ബറക്കത്തായിട്ട് പോകാവും. ദീനിന്റെ പേരിൽ എല്ലാവരും കുറച്ച് സമയം